ആഗോള ഗ്രാമത്തിലെ ആദർശ ജാലകം സുന്നി ഗ്ലോബൽ വോയിസ്. ആത്മീയ നേതാക്കളുടെ ആശീർവാദങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ ആഗോള സുന്നി ജാലകം സന്ദർശിക്കുക www.sunniglobalvoice.com. ഇപ്പോൾ www.mobile.sunniglobalvoice.com എന്ന സൈറ്റ് വഴി മൊബൈലുകളിലും ലഭ്യമാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഫഇന്ന ഖൈറൽ കലാമി കലാമുല്ലാഹ് വഖൈറൽ ഹദി ഹദി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله ما شاء الله كان لا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم. أبدأ بسم الله والرحمن وبرحيم دائم الإحسان فالحمد لله القديم الأول الآخر الباقي بلا تحول ثم الصلاة والسلام سرمدا على النبي خير من قد وحدا وآله وصحبه ومن تبع سبيل دين الحق غير مبتدع. وبعد فاعلم بوجوب المعرفة من واجب لله 20 صفا فالله موجود قديم باقي مخالف للخلق بالإطلاق وقائم غاني وواحد وحي قادر مريد عالم بكل شيء سميع البصير والمتكلم له صفات 7 تنتظم فقدرة إرادة سمع بصر حياة العلم كلام استمار. സഹോദരന്മാരെ, നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ച ഒരു 6 സിഫത്തുണ്ട് അല്ലേ? അല്ലാഹു തആലാക്ക് മൊത്തം 20 സിഫത്തുകൾ വാജിബായത് ഉണ്ട്. അതിൽ ഒന്ന് നമ്മൾ പറഞ്ഞു വുജൂദ് എന്നുള്ള ഒരു സിഫത്താണ്. ആ സിഫത്തിനെ സംബന്ധിച്ച് നമ്മൾ എന്താന്നതിൻ്റെ പേര് പറഞ്ഞത്? സിഫത്ത് നഫ്സിയ, സിഫത്ത് ദാത്തിയ എന്നൊക്കെയാണ് എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ ബാക്കി 5 സിഫത്തുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ആ 5 സിഫത്തിനാണ് സിഫത്ത് സെൽബിയ എന്ന് പറയുന്നത്. അപ്പം എത്രയായി? 5 1 6 5 1 6. പിന്നെ സിഫത്ത് മആനി എന്ന് പറയുന്ന 7 സിഫത്തുകൾ വേറെ ഉണ്ട്. അപ്പം എത്രയായി? 6ഉം 7ഉം എത്ര? 6ഉം 7ഉം എത്രയാണ്? 13. 6ഉം 7ഉം 13. പിന്നെ ബാക്കി എത്ര ഉണ്ട്? ബാക്കി 7 സിഫത്തുണ്ട് 20 സിഫത്തിൽ. ആ 7 സിഫത്തിന്റെ പേരാണ് സിഫാത്തുൽ മാനവിയ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഇന്നലെ സിഫത്തുകൾ മൊത്തത്തിൽ ഓഹരി ചെയ്തിട്ട് 4 ഇനമാക്കി. സിഫത്ത് ദാത്തിയ,
സിഫാത്ത് സെൽബിയ, സിഫാത്തുൽ മആനി, സിഫാത്ത് മാനവിയ, ഇങ്ങനെ 4 ഐറ്റത്തിലാണ് അള്ളാഹുവിൻ്റെ സിഫത്തുകൾ നിലകൊള്ളുന്നത് എന്ന് നാം പഠിച്ചു. അതിൽപ്പെട്ട ആദ്യത്തെ 6 വുജൂദ്, അത് നമ്മൾ പറഞ്ഞത് ഒരു അരബൈത്തിലായിട്ട്. എന്താ? ബഹുമാനപ്പെട്ട അല്ലാമ അഹമ്മദ് മസ്റൂഖി റഹിമഹുല്ലാഹു തആല എന്ത് പറഞ്ഞു? ഫല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി. അല്ലേ? ഞാൻ അവിടെ ഫല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാകുന്നു? മൗജൂദാകുന്നു. അത് നമ്മൾ വുജൂദ് എന്ന് പറയുന്നത്. വുജൂദ് എന്ന് പറഞ്ഞാലും മൗജൂദ് എന്ന് പറഞ്ഞാലും വുജൂദ് എന്ന് പറഞ്ഞാൽ മൗജൂദ് എന്ന് പറഞ്ഞാൽ തന്നെ വുജൂദ് ഉള്ള സാധനത്തിനാണ് മൗജൂദ് എന്ന് പറയാം. അസ്വദ് എന്ന് പറഞ്ഞാൽ എന്തിനാ നമ്മൾ? അസ്വദ് എന്ന് പറഞ്ഞാൽ എന്താ അസ്വദ് എന്ന് പറഞ്ഞാൽ? അസ്വദ് എന്ന് പറഞ്ഞാൽ എന്താണ് സുഹൃത്തുക്കളെ? അസ്വദ് എന്നുള്ള കേട്ടില്ലേ? അസ്വദ് കറുപ്പ് എന്നല്ല. അസ്വദ് എന്ന് പറഞ്ഞാൽ കറുപ്പ് എന്നാണോ? അസ്വദ് എന്ന് പറഞ്ഞാൽ കറുപ്പ് എന്നല്ല ശരിയായ അർത്ഥം. കറുത്തവൻ. അതാ കീശേരി സ്ഥത അടിച്ചന. കറുത്ത വസ്തു അല്ലെങ്കിൽ കറുത്ത ഒരു വസ്തുവിനാണ്, കറുപ്പുള്ള ഒരു വസ്തുവിനാണ് അസ്വദ് എന്ന് പറയുന്നത്. കറുത്ത ഒരു വസ്തുവിനാണ് അസ്വദ് എന്ന് പറയുന്നത്. കറുപ്പിന് എന്താ പറയാ? സവാദ്. എന്താ പറയാ? സവാദ്. അബിയൽ എന്ന് പറഞ്ഞാൽ വെളുത്ത സാധനം. ഒരു വ്യക്തിക്കോ ഒരു സാധനത്തിനോ എന്തെന്ന് പറയാം? നമുക്ക് അബിയൽ എന്ന് പറയാം. അപ്പൊ വെളുപ്പിന് എന്താ പറയാ? ബയാൽ. വെളുപ്പിന് ബയാൽ എന്ന് പറയും. അങ്ങനെയല്ലോ, മനസ്സിലായില്ലേ? പിന്നെ അഹ്മർ എന്ന് പറയാ ചുവന്ന സാധനത്തിന്, ചുവന്ന വ്യക്തിക്ക്. അതിൻ്റെ എന്താണ് ചുവപ്പ് എന്ന് പറഞ്ഞാൽ? എന്താ ചുവപ്പ് എന്ന് പറഞ്ഞാൽ? ഹുംറത്ത് ചുവപ്പ്. സൂദ് എന്നത് എന്താണ്? സൂദ്. സവാദ് എന്നത് കറുപ്പ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതുള്ള സാധനത്തിനാണ് എന്തെന്ന് പറയുന്നത്? അസ്വദ് എന്ന് പറയുന്നത്. സൂദ് എന്ന് പറഞ്ഞാൽ കറുത്തവർ എന്നുള്ള ഒരു ബഹുവചനമാണിത്. സൂദ്, മനസ്സിലായില്ലേ? സൂദാൻ ആണോ? ഈ സൂദിലേക്ക് അസ്വദിന്റെ ജമ്മാണ് സൂദാൻ. അത് കറുത്ത വർഗക്കാർ, കറുത്ത ആളുകള്. അതെ, അൽ ഹജറുൽ അസ്വദ് കണ്ടോ? എന്തുകൊണ്ടാണ് അൽ ഹജർ അൽ അസ്വദ്? കറുത്ത നിറമുള്ള കല്ല്. അൽ അസ്വദ് എന്ന കറുത്ത വസ്തു. അൽ ഹജർ എങ്ങനത്താണ്? അൽ അസ്വദ് കറുപ്പ് നിറമുള്ളതാണത്. അങ്ങനെ പച്ചക്ക് എന്താ പറയാ? അൽ അഖ്ലർ. പച്ചക്ക് ഹുലുറത്തു എന്നാ പച്ചക്ക് എന്ന് പറയാ. പച്ചുള്ള വസ്തുവിനോ അഖ്ലർ. പച്ചയുള്ള വസ്തുവിന് അഖ്ലർ. ഇങ്ങനെ അങ്ങ് പോകും. ബനഫ്സജി എന്ന് പറഞ്ഞാൽ എന്താ കളറാ? അത് മറ്റേ എന്താ അൾട്രാ. പിന്നെ പോട്ടെ. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞപ്പോ എന്തിനാ അത് പറഞ്ഞത്? അള്ളാഹു തആലാനെ സംബന്ധിച്ച് നമ്മൾ മൗജൂദ് എന്ന് പറഞ്ഞു അല്ലേ? ഫല്ലാഹു മൗജൂദൻ. അപ്പോൾ വുജൂദ് ഉള്ള സാധനത്തിനാണ് മൗജൂദ് എന്ന് പറയുന്നത്. അപ്പോൾ വുജൂദ് എന്ന് പറഞ്ഞ ഒരു സിഫത്താണ് അള്ളാഹു തആലാക്കുള്ളത്. എന്താ വുജൂദ് എന്ന് പറഞ്ഞാൽ? അസ്തിത്വം. അള്ളാഹു എന്നുള്ളത് തന്നെ ഒരു അസ്തിത്വമുള്ളതാണല്ലോ. അപ്പോൾ അള്ളാഹു മൗജൂദാണ്. അപ്പോൾ ഈ ഒരു വുജൂദ് എന്ന ഒറ്റ സിഫത്തിന്, ആ ഒരു ഒറ്റ സിഫത്ത് എന്ന് പറയാൻ പറ്റുമല്ലേ? നമ്മൾ നല്ല പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ഒറ്റ സിഫത്തിന് പ്രത്യേക ഒരു പേരാണ് അത് സിഫത്ത് നഫ്സിയാണ്. അതായത് അതിൻ്റെ തടിയെ തൊട്ട് കൂടുതലുള്ള ഒരു കാര്യമില്ലത്. ആ തടി തന്നെയാണ് അതിൻ്റെ ആസ്തിക്യവും എന്നുള്ളത് കൊണ്ട് അതിന് സിഫത്ത് നഫ്സിയ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നു. പിന്നെ ബാക്കിയുള്ളത് എന്താണ് നമ്മൾ പറഞ്ഞത്? ബാക്കി ഒരു 5 സിഫത്ത് നമ്മൾ പറഞ്ഞു. 5 സെൽബിയ സിഫത്ത് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ് പറഞ്ഞത്? ഒന്ന് ഖദീമിലെ ഖിദമ്. ഒന്നുകൂടെ എണ്ണിയാട്ടെ. സെൽബിയ സിഫത്ത് എന്ന് നമ്മൾ പറഞ്ഞല്ലോ അല്ലേ? സെൽബിയ സിഫത്ത് അതിൻ്റെ അർത്ഥം മനസ്സിലാത്ത ആളുകളുണ്ടോ? ഉണ്ടെങ്കിലൊന്ന് അറിയിക്കും. സെൽബി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇന്നലെ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് അറിയാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് അടിക്കുക. സെൽബിയ സിഫത്ത് എന്ന് പറഞ്ഞാൽ എന്ത്? ആ ഒരു സിഫത്ത് അറിയാത്ത ആളുകളുണ്ടോ? സെൽബിയ സിഫത്ത് എന്ന് പറഞ്ഞാൽ
ഉണ്ടെങ്കിൽ അടിച്ചോളൂ, ഒന്നും പറയില്ല, ഒന്നും പ്രശ്നമല്ല. നിങ്ങൾക്ക് ഒന്നുകൂടി പറഞ്ഞ സംഗതികൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഈ സെൽബിയ സിഫത്തിനെ സംബന്ധിച്ച് ഉലമാക്കൾ എന്താ പറഞ്ഞത് അറിയോ? ഉലമാക്കൾ എന്താ പറഞ്ഞത്? മുഹിമ്മാത്തുൽ ഉമ്മഹാത്ത് എന്നാ പറയുന്നത്. അള്ളാഹുവിൻ്റെ സിഫത്തിൽ വെച്ചുകൊണ്ട് ഏറ്റവും മുഖ്യമായതെന്നാ. അപ്പം പിന്നെ ഈ സെൽബി എന്ന് പറഞ്ഞാൽ നമ്മൾ നെഗറ്റീവ് പോസിറ്റീവ് എന്ന് പറയല്ലോ, ഈജാബി സെൽബി എന്ന് പറയും. ഈ പോസിറ്റീവിന് എന്താ നമ്മൾ പറയാ? പോസിറ്റീവിനാണ് നമ്മൾ ഈജാബി എന്ന് പറയാം. സെൽബിനൊക്കെ നമ്മൾ നെഗറ്റീവ് എന്ന് പറയും. മനസ്സിലായില്ലേ? നെഗറ്റീവ് പോസിറ്റീവ് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് സെൽബി ഈജാബി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ സെൽബി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അള്ളാഹുവിൻ്റെ പരിശുദ്ധ സത്തയെ തൊട്ട് സെൽബി ചെയ്യുക, അതായത് പിന്നെ അതിനോട് യോജിക്കാത്ത ഗുണങ്ങളൊക്കെ എന്ത് ചെയ്യുക നമ്മൾ പിന്നെ ഇല്ലാതാക്കുന്ന സിഫത്തുകൾക്കാകുന്നു എന്തെന്ന് പറയാ? ആയിക്കോട്ടെ, ഇന്നലെ ക്ലാസ് ഇല്ലാത്ത ആളുകളുണ്ട്, അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പറഞ്ഞത്. സിഫാത്ത് സെൽബി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദാത്തിനെ തൊട്ട് പോരായ്മകളെ ഇല്ലാതാക്കുന്നതായ സിഫത്തുകൾ. അതാണ് ഇപ്പോൾ ഈ 5 എണ്ണം. ഏത്? ഒന്ന് ഖിദമ്, അല്ലേ? ഖദീം എന്ന് പറഞ്ഞാൽ ഖിദമുള്ള ഒരു വ്യക്തിയാകുന്നു അള്ളാഹു താല. ഖിദമുള്ളവനാകുന്നു. വ്യക്തി എന്ന് പറയാൻ പറ്റില്ല എന്നുള്ളത് വേറെ. അപ്പം പിന്നെ ഖദീമാണ് അള്ളാഹു സുബ്ഹാനഹു തആല, ഖദീമാണ്. ഇതിപ്പോൾ എന്താണ് ഖദീം എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്? അതിൻ്റെ ഒരു അർത്ഥം പറയുമ്പോൾ അള്ളാഹിനെ തൊട്ട് പിന്നെ അള്ളാഹിനോട് യോജിക്കാത്തൊരർത്ഥത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൽ നമ്മൾ അള്ളാഹിനെ തൊട്ട് നമ്മൾ ഇല്ലാതാക്കുന്നു. ഉദാഹരണം ഖദീം എന്ന് പറഞ്ഞാൽ അതിൽ എന്ത് അർത്ഥം വരണം? ഒരു നിഷേധത്തിൻ്റെ, അള്ളാഹിനെ തൊട്ട് ഒരു പോരായ്മയെ നിഷേധിക്കുന്നൊരർത്ഥം വരണം. ഖദീം എന്ന് പറഞ്ഞാൽ അവൻ മുമ്പ് ഇല്ലായ്മ മുൻകടക്കാത്തവൻ. ഉണ്ടോ നിങ്ങൾ? എന്തായി? കടക്കാത്തവൻ. ഇല്ലായ്മ മുൻകടക്കുക എന്നുള്ളത് എന്താണ്? ഒരു പോരായ്മയാണ്, അല്ലേ? അള്ളാഹു തലാക്ക് അള്ളാഹു ഇല്ലായ്മയിൽ നിന്നുണ്ടായവനാണെന്ന് പറയുന്നത് ഒരു പോരായ്മയല്ലേ? അപ്പോൾ ഇല്ലായ്മ എന്ന് പറയുന്ന വസ്തു അള്ളാഹുവിന് മുൻകടന്നിട്ടില്ല. അള്ളാഹുവിൻ്റെ ആസ്തികത്തിനൊരു തുടക്കമില്ലാത്തവൻ. ഖദീം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ആസ്തികത്തിനൊരു തുടക്കമില്ലാത്തവൻ. അപ്പം എന്തായി? ഇല്ല എന്നൊരർത്ഥം ഏതിൽ വന്നു അവിടെ? അതാ സെൽബി. ഏതും ഈ 5 എണ്ണം എടുത്തോളി. ഈ 5 സിഫത്തുകൾ എടുത്താലൊക്കെ ഏതർത്ഥം കിട്ടും? ഏതെങ്കിലും കാര്യം ഇല്ല എന്നതിൽ പറയുന്നുണ്ടായിരിക്കും. ഒന്ന് നോക്കുമ്പോൾ ഇപ്പൊ ഖദീം എന്ന് പറഞ്ഞാൽ അള്ളാഹു തലാന്റെ അള്ളാഹു ഉണ്ടായതിനൊരു തുടക്കം ഇല്ലാത്തവൻ. അപ്പൊ ഖദീമിന് ഇല്ല എന്നൊരു സെൽബി അർത്ഥം അതിലുണ്ട്. പിന്നെ അടുത്ത എന്താണ്? ഖദീം കഴിച്ചാൽ പിന്നെ അള്ളാഹു മൗജൂദുൻ ഖദീമുൻ, പിന്നെ ബാക്കി ഇല്ലേ? ബക്കാവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അർത്ഥം? ബക്കാവ് എന്ന് പറഞ്ഞാൽ അവൻ നിലനിൽക്കുന്നതിനേക്ക്, അവന്റെ നിലനിൽപ്പിന് ഒരവസാനമില്ലാത്തവൻ എന്നാ. കണ്ടങ്ങള് അവിടെ ഇല്ലാത്തല്ലേ? നിലനിൽപ്പിന് അവസാനം ഉണ്ടാകുന്ന പറഞ്ഞാൽ അത് നശിക്കുക എന്നുള്ളതല്ലേ? അള്ളാഹു തലാന്റെ അള്ളാഹുവിന്റെ ആസ്തികത്തിന് നാശം ഉണ്ടാവുകയില്ല, അത് എന്നെന്നും നിലനിൽക്കും. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം. അടോ എല്ലാ വസ്തുക്കളും നശിക്കും, ഞാനും നിങ്ങളും എല്ലാം ഈ ലോകമടങ്കലും നശിക്കും. കുല്ലുമൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക, റബ്ബിന്റെ പരിശുദ്ധമായ സത്തവീഴ്ച എല്ലാം നശിക്കും. പോട്ടെ. അപ്പൊ എന്തായി? അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് എന്തുണ്ട്? ബഖാവ് എന്ന് പറയുന്ന ഒരു സിഫത്തുണ്ട് നമുക്ക് പരിശുദ്ധ ഖുർആൻ കൊണ്ട് ബുദ്ധി കൊണ്ടും. അത് നമ്മൾ അതിന്റെ തെളിവിലേക്ക് അന്ന് കടക്കാൻ പോകുന്നു കേട്ടോ. ഇന്ന് നമ്മൾ സിഫത്ത് മാനിലേക്ക് കടക്കുന്നില്ല. കാരണം നമ്മളിപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളെന്താ പറഞ്ഞത്? നമ്മൾ പറഞ്ഞതിനോട് നമുക്ക് കുറച്ചൊരു ബാധ്യത വേണ്ട. എന്താ? വബഅദു ഫഅലം ബിവുജൂബിൽ മഅരിഫ, തെളിവ് സഹിതം അള്ളാഹുവിന്റെ സിഫത്തുകളെ മനസ്സിലാക്കണമെന്ന. നമ്മൾ ഇന്നലെ ഒരു തെളിവും പറഞ്ഞിട്ടില്ല. തെളിവ് അറിയാമായിരിക്കാം, പക്ഷെ നമ്മൾ പറഞ്ഞിട്ടില്ല. ഉണ്ടോ? ഈ 5 സിഫത്തിന് എന്തെല്ലാം അള്ളാഹു തആലക്കുള്ള സെൽബിയ സിഫത്തുകൾക്ക് എന്താ തെളിവ്? ബുദ്ധിപരമായ തെളിവ് നമ്മൾ 6 സിഫത്തുകൾക്ക്, നഫ്സിയ സിഫത്ത് അടക്കമുള്ള വുജൂദ് എന്ന് പറയുന്ന സിഫത്ത് അടക്കം ഈ സെൽബിയ സിഫത്തുകൾക്ക് നാം ഇന്നലെ തെളിവ് പറഞ്ഞിട്ടില്ല. തെളിവ് സഹിതം മനസ്സിലാക്കണമെന്നാണ് പിന്നെ മുസന്നിഫ് നമ്മോട് പറഞ്ഞു. വബഅദു ഫഅലം ബിവുജൂബിൽ മഅരിഫ. മഅരിഫത്ത് എന്ന് പറഞ്ഞാൽ ഉറച്ച വിശ്വാസം, ഉറച്ച അറിവ്, തെളിവ് സഹിതം മനസ്സിൽ ഉറച്ചു വരുന്ന വിശ്വാസത്തിനേക്കാണ് മഅരിഫത്ത് എന്ന് പറയുന്നത്. അപ്പം മാരിഫത്തുണ്ടാണെങ്കിൽ തെളിവ് വരണം. ആ തെളിവിലേക്കാണ് നമ്മൾ കഴിവിൻ്റെ പരമാവധി ഇന്ന് നാം പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് അതൊന്ന് ഒരു മുഖവുര പറയുന്നു എന്ന് മാത്രം, ഇന്നലെ എടുത്തതിൻ്റെ ഒരു ഷോർട്ടായിട്ട്. അപ്പം പിന്നെ
ബഖായ് എന്ന് പറഞ്ഞത് സെൽബിയ സിഫത്ത്. എന്തുകൊണ്ട്? അതിൽ എന്ത് നിഷേധിക്കുന്നുണ്ട്? നമ്മൾ അള്ളാഹു താലാന്റെ ദാത്തിന് നാശമുണ്ടാവുക എന്നുള്ളത് നിഷേധിക്കുന്നുണ്ട്. അള്ളാഹിന്റെ ദാത്ത് നാശമുണ്ടാവില്ല, അവൻ എന്നും ഒന്നും നിലനിൽക്കുന്നവനാകുന്നു എന്നൊരർത്ഥം അതിൽ വരുന്നുണ്ട്. പിന്നെ അടുത്തത് എന്താണ്? ബഖായ് കഴിഞ്ഞാൽ അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി, പിന്നെ മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിയോട് എതിരായിരിക്കുന്നവനാണ്. സൃഷ്ടിയോട് എതിരായിരിക്കും. ഇതിനെന്താ സെൽബിയ സിഫത്തുള്ളത്? സൃഷ്ടിയോട് തുല്യമായവനല്ല. അല്ലാഹു തആല എന്ന് പറയുന്ന ഖാലിഖ്, സൃഷ്ടാവ്, സൃഷ്ടിയോട് തുല്യമായവനല്ല. അപ്പം എന്ത് ചെയ്ത് അതിലെന്തുണ്ട്? തുല്യത, സൃഷ്ടിയോട് തുല്യമാവുക എന്നൊരു അർത്ഥത്തിനെ അതിൽ നിഷേധിക്കുന്നുണ്ട്, സെൽബ് ചെയ്യുന്നുണ്ട്. സെൽബ് എന്ന് പറഞ്ഞാൽ നിഷേധിക്കുക, ഇല്ലാതാക്കുക. അപ്പം ഈ മുഖാലിഫുൽ ഖൽഖി എന്ന് പറയുന്ന സിഫത്തിൽ എന്തുണ്ട്? അതിലെന്റെ സെൽബ് നമുക്ക് മനസ്സിലായി, സൃഷ്ടിയോട് തുല്യത ഇല്ലാത്തവനാകുന്നു. പിന്നെ അടുത്തത് എന്താ? വഖായിമുൻ ഗാനി വവാഹിദുൻ വഹൈ ഖാദിർ മുരീദുൻ ആലിമുൻ ബികുല്ലി ശൈ. അപ്പോൾ പിന്നെ അടുത്തത് എന്താണ്? വഖായിമുൻ ഗനി ആണോ? ഖിയാമുൻ ബിൻ നഫ്സ്, ഖിയാമുഹു തആല ബിൻ നഫ്സിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വന്തം നിലക്കുള്ള ഖിയാമാണ്, മറ്റൊന്നിലേക്ക് ആരിലേക്കും ആശ്രയിക്കാത്തവനാണ്. അവന്റെ ദാത്തിൽ, അള്ളാഹുവിന്റെ സത്തയിലും അവന്റെ ഗുണത്തിലും അവന്റെ പ്രവർത്തനങ്ങളിലും മറ്റൊന്നിലേക്കും ആശ്രയിക്കാത്തവനാകുന്നു. ആണോ? അപ്പം ആശ്രയിക്കുക എന്നുള്ള ഒരു പോരായ്മയാണത്. മറ്റുള്ളവരേക്ക് ആശ്രയിക്കുക. ഞാനിപ്പോൾ എൻ്റെ കാര്യത്തിനൊക്കെ വേറെ ഒരാളെക്കൊള്ള ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പോരായ്മയല്ലേ? അതൊരു പോരായ്മയല്ലേ? തീർച്ചയായിട്ടും അത് പോരായ്മയാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇങ്ങനെയുള്ള പോരായ്മകളൊന്നുമില്ല. അതാണ് ഖിയാമുൻ ബിൻ നഫ്സ്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ത്യനെ സംബന്ധിച്ച് എന്ത് പറയാറ്? നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എന്താകുന്നു? അങ്ങ് വാക്യങ്ങൾ പൂരിപ്പിക്കണോ? ഇതിപ്പോൾ ഇന്ന് കിതാബുള്ളതല്ലോ, അതിപ്പോൾ നിങ്ങൾക്ക് അറിയണമല്ലേ. ഇന്ത്യ എന്ന രാജ്യം നമുക്ക് അഭിമാനപരമായിട്ട് പറയാൻ പറ്റുന്ന പിന്നെ ഇന്ത്യയെ പറ്റിയ ഒരു ഗുണം പറയൂ. ഞാൻ ഉദ്ദേശിച്ചൊരു കാര്യം പറയണം. ഇന്ത്യ എന്ന നമ്മുടെ മഹാരാജ്യം ഇപ്പോൾ ഡാഷ് ആകുന്നു എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ അത് വാക്യങ്ങൾ പൂരിപ്പിക്കുകയും എന്താ ഇന്ത്യ എന്ന രാജ്യം? ഇന്ത്യയെ സംബന്ധിച്ച് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ. എന്താണിത്? ഒരു മുട്ടായി മാത്രമേ ഉള്ളൂ പടച്ചോനെ. മതേതര രാഷ്ട്രമാകുന്നു എന്നത് ഒരു ശരി തന്നെയാണ്. പക്ഷേ നമ്മളിപ്പോൾ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞാൻ അത് ചോദിക്കുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം സ്വയം പര്യാപ്തതയുള്ള രാജ്യമാണ് അല്ലേ? സ്വയം പര്യാപ്തത, മതേതര രാജ്യം എന്നുള്ളത് ശരി തന്നെ. ഇന്ത്യ എന്നത് സ്വയം പര്യാപ്തതയുള്ള, അതായത് അതിൻ്റെ അർത്ഥം എന്താണ്? അതിലെ പിന്നെ ഇന്ത്യക്കാർക്ക് അവരുടെ നിലനിൽപ്പിന് ആരിലേക്ക് ആശ്രയിക്കുന്നില്ല? മറ്റുള്ള ഒരു രാജ്യത്തിലേക്കും കൂടുതലായി ആശ്രയിക്കുന്നില്ല. അപ്പോൾ ചോദിക്കും, നിങ്ങൾ പഞ്ചസാരൊക്കെ നിങ്ങൾ ഇറക്കുമതി ചെയ്യുന്നില്ല? ലോകത്ത് ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ തന്നെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ പഞ്ചസാര മറ്റുള്ള രാജ്യത്തുനിന്ന് ഇറക്കുമതി ചെയ്യുന്നുണ്ടെന്നുള്ള, കാരണം നമ്മളെ ജനസംഖ്യൻ്റെ പെരുപ്പം കൊണ്ട്. ഏതായാലും നമ്മൾ പൊതുവിൽ എന്ത് പറയും? ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം സ്വയം പര്യാപ്തതയുള്ള. അപ്പോൾ സ്വയം പര്യാപ്തത എന്ന് പറയുന്നത് അതൊരു അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അറബ് രാജ്യങ്ങളൊക്കെ നോക്കി നിങ്ങൾ, അറബ് രാജ്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് ഇത് പറയാൻ പറ്റുമോ? വാഹനമാവട്ടെ, മറ്റെന്ത് ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന എന്തെല്ലാം കാര്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ അതൊക്കെ സ്വന്തം നിലക്ക് തന്നെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ പുരോഗതി സ്വയം നിലക്ക് തന്നെ ഉണ്ടാക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന്. എന്നാൽ ഈ മറ്റ് GCC രാജ്യങ്ങളെ സംബന്ധിച്ചുകൊണ്ട് നോക്കുമ്പോൾ വളരെയധികം അനവധി കാര്യങ്ങളിൽ എത്രയോ നല്ലൊരു ശതമാനം മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കുന്നവർ. അപ്പോൾ സ്വയം പര്യാപ്തത അല്ല. അപ്പോൾ സ്വയം പര്യാപ്തത എന്നുള്ളത് എന്താകുന്നു? ഒരു കമാൽ, സിഫത്ത് കമാലാണ്, ഒരു പരിപൂർണതയുടെ ഒരു അടയാളമാകുന്നത്. സാധാരണക്കാരാണ് നമ്മൾ എന്താ അള്ളാഹിനെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടത്? അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് എല്ലാ പരിപൂർണതയും ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് അള്ളാഹിൻ്റെ പരിപൂർണതയ്ക്ക് ഒരു അറ്റമില്ല. നമ്മളിപ്പോൾ 20 സിഫത്തിൽ ഒതുക്കിയതെന്തിന് വിരലിച്ചാൽ അത് നമ്മൾ പിന്നെ ഖത്ഈയായ ദലീൽ, ഖണ്ഡിതമായ തെളിവുകളെ കൊണ്ട് സ്ഥിരപ്പെടുത്താൻ സാധിക്കുന്നത് 20 സിഫത്തേ ഉള്ളൂ, അല്ലേ? 13, 20 രണ്ടും തന്നെ കേട്ടോ. വ്യത്യാസമില്ലാത്തതിൻ്റെ പേരിലാണ് 13 അല്ലെ 20 എന്ന് പറഞ്ഞത്. അപ്പം ഖണ്ഡിതമായ തെളിവുകളെ കൊണ്ട് സ്ഥാപിക്കാൻ സാധിക്കുന്ന ഗുണങ്ങൾ 20 ഗുണങ്ങളേ ഉള്ളൂ.
അതുകൊണ്ട് നമ്മൾ 20 പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു തആലാന്റെ കമാലിയാത്തിന്, അവന്റെ പരിപൂർണതയ്ക്ക് യാതൊരു അറ്റുമില്ല. ഒരുപാട് അസ്മാ സിഫാത്ത് അള്ളാഹു തആലാക്കുണ്ട്, യാതൊരു സംശയവുമില്ല. പക്ഷെ ഗണ്ഡിതമായ തെളിവുകൾ, യാതൊരു സംശയവുമില്ലാത്ത രൂപത്തിൽ ഗണ്ഡിതമായി തെളിയിക്കാൻ പറ്റുന്നതായ സിഫത്തുകൾ 20 ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ പണ്ഡിതന്മാർ 20. മാത്രമല്ല, ഇത് എല്ലാം കൂടി പഠിക്കുക എന്നുള്ള ബുദ്ധിമുട്ടല്ലേ. നമ്മുടെ അശരി പണ്ഡിതന്മാർ സാധാരണക്കാർക്ക് നിർബന്ധമായി, ഞാൻ നിങ്ങൾ നിർബന്ധമായി പഠിച്ചിരിക്കേണ്ട ഇത് 20 സിഫത്തുകളാണിത്. ഇത് നമ്മളാരും പിന്നെ ചോദ്യ പേപ്പർ ചോദിച്ചിട്ട് മറുപടി പറയാൻ കിട്ടുക എന്നുള്ളതല്ല ഇതുള്ളത്. ഇത് നമ്മൾ പിന്നെ മദ്രസയിൽ പേപ്പർ എഴുതി പിന്നെ വിജയിക്കാനുള്ളതല്ല. അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ വിജയിക്കണമെങ്കിൽ, അള്ളാഹിൻ്റെ പരീക്ഷണത്തെ നമുക്ക് വിജയിക്കണമെങ്കിൽ ഈ സിഫത്തുകൾ നമ്മൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. ഇത് പഠിക്കാതിരുന്നാൽ നമ്മുടെ അഖീദക്ക് ബാധിക്കും എന്നുള്ള വിഷയം നാം ഗൗരവത്തോടെ എടുക്കേണ്ടതുണ്ട്. അപ്പം അള്ളാഹു തആലാക്ക് പിന്നെ എത്രയോ പരിപൂർണതകളുണ്ട്, കണക്കില്ലാത്ത പരിപൂർണതകളുണ്ട്. 99 അസ്മാ തന്നെ അള്ളാഹു തആലാക്കുണ്ട്, അല്ലെങ്കിൽ 99-നേക്കാളും 3000 4000 എന്നൊക്കെ വേറെ ഹദീസുകളിലൊക്കെ കാണാം. അള്ളാഹു തആലാക്ക് അറിവില്ല, അള്ളാഹുവിനല്ലാതെ അള്ളാഹിൻ്റെ കമാലാത്തിനെ അറിയില്ല എന്നാണ് വേറൊരു ഹദീസിൽ നമുക്ക് കാണാം. ഏതായാലും 20 നമുക്ക് നിർബന്ധമുള്ള പഠിക്കൽ, ബാക്കിയുള്ളതൊക്കെ അതിലേക്ക് വന്നു ചേരും. മറ്റുള്ള സിഫത്തുകളൊക്കെ തന്നെ നിങ്ങൾ ഖാലിഖ് എടുത്തോളി, മുഹ്യി മുമീത്ത്, അള്ളാഹു തആല ജീവിപ്പിക്കുന്നവനാണ്, അള്ളാഹു മരിപ്പിക്കുന്നവനാണ്, അള്ളാഹു ഉയർത്തുന്നവനാണ്, അള്ളാഹു താഴ്ത്തുന്നവനാകുന്നു, മുഇസ്സാണ്, മുദില്ലാണ്, അതുപോലെ മുന്തഖിമാണ്, മുസവ്വിറാണ്, മുഅ്തിയാണ്, ഇതെല്ലാം എടുത്തോളി. നിങ്ങൾ ഏത് സിഫത്ത് അള്ളാഹു തആല എടുത്താലും അതൊക്കെ അതിലേക്ക് അവസാനം ചെന്ന് ചേരുന്നതെന്നറിയോ, ഈ പറയപ്പെട്ട 20 സിഫത്തിൽപ്പെട്ട, അല്ലെങ്കിൽ പിന്നെ ഈ പ്രധാനപ്പെട്ട മാനവീയായ 7 സിഫത്തിൽ ഏതെങ്കിലും ഒന്നിലേക്കാണ് അത് തിരിച്ചു വരുന്നത്. അതുകൊണ്ട് ഈ പ്രധാനപ്പെട്ട ഉമ്മഹാത്തുൽ സിഫാത്ത് എന്ന് പറയുന്ന സിഫത്തിനെ മാത്രം എടുത്തുകൊണ്ട് നമ്മുടെ പിന്നെ ഉലമാക്കൾ പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, അത് 20 സിഫത്ത് പഠിക്കുക. ഒരു മുക്കല്ലഫായ മനുഷ്യന് മൊത്തത്തിൽ എന്താ പഠിക്കണം, അള്ളാഹു തആലാക്ക് എല്ലാ പരിപൂർണതയും ഉണ്ട് എന്ന് പഠിക്കുക. അതുപോലെ തന്നെ അള്ളാഹുവിന് ഒരു പോരായ്മയും ഇല്ല എന്ന് നാം പഠിക്കുക. ഒരു പോരായ്മയും ഇല്ല എന്ന് പഠിക്കുക. എല്ലാ പോരായ്മകളെ തൊട്ടും റബ്ബ് സുബ്ഹാനഹു തആല പരിശുദ്ധനാണ് എന്നും എല്ലാ പരിപൂർണതകളും അള്ളാഹു തആലാക്ക് ഉണ്ട് എന്നുള്ളത് ഏറ്റവും ചുരുങ്ങിയ, ഏറ്റവും ലളിതമായ ഈ പാഠം നമ്മൾ പഠിച്ചിരിക്കണം. അത് വിശദമായി പഠിക്കുമ്പോൾ 20 സിഫത്തിലേക്ക് അത് എത്തും. മനസ്സിലായില്ലേ? അപ്പോൾ അതിൽപ്പെട്ടതാണ് ഇപ്പോൾ എന്താ പറഞ്ഞു വന്നത്, പിന്നെ അള്ളാഹു സുബ്ഹാനഹു തആല ഖിയാമും ബിൻ നഫ്സ്, അവൻ സ്വയം എല്ലാറ്റിലും അണ്ടങ്ങൾ. ഇത് നമ്മൾ അഖീദ ശരിയാവെന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ. ഇത് ശരിക്കങ്ങട്ട് നമ്മുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങിയാൽ നമ്മുടെ ഹൃദയത്തിലേക്ക് ഒരുവിധം വിദഗ്ധകളൊന്നും പിന്നെ ഇല്ല അങ്ങോട്ട് കയറി ചെല്ലൂല. എന്താ ഖിയാമും ബിൻ നഫ്സ് എന്ന് പറഞ്ഞാൽ, അള്ളാഹു സുബ്ഹാനഹു തആലാക്ക് സ്വയം പര്യാപ്തതയുള്ളവനാകും. അവൻ്റെ സത്തയിലും, അവൻ്റെ സത്ത മറ്റൊരു സത്തയിലേക്ക് ആശ്രയിക്കുന്നതല്ല, അവൻ്റെ ഗുണങ്ങൾ മറ്റൊരു ഗുണത്തിലേക്ക് ആശ്രയിക്കുന്നതല്ല. എന്നാൽ സൃഷ്ടികളുടെ ഗുണങ്ങളാണെങ്കിലോ മറ്റൊരു സൃഷ്ടിയുടെ അള്ളാഹുലേക്ക് ആശ്രയിക്കുന്നതാണ്, അല്ലെങ്കിൽ മറ്റൊരു സൃഷ്ടിയിലേക്ക് താൽക്കാലികമായെങ്കിലും ആശ്രയിക്കുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ റബ്ബിന് ഇങ്ങനെ ഒരു ഗുണമുണ്ട്, വഖായിമുൻ ഗനി വവാഹിദുൻ, വഖായിമുൻ ഗനി വവാഹിദ്. അപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആലാക്ക് ഖിയാമുൻ ബിൻ നഫ്സ് എന്നുള്ളതുണ്ട്. പിന്നെന്താണ് വേറൊന്ന്, നമ്മളിപ്പോൾ ഖിദമ്, ബഖാവ്, മുഖാലഫത്ത്, ഹവാദിസി, ഖിയാമുൻ ബിൻ നഫ്സ്, വഹദാനിയത്ത്. വഖായിമുൻ ഗാനി വവാഹിദുൻ വാഹിദുൻ, അല്ലാഹു തആലാക്ക് വഹദാനിയത്ത് എന്ന് പറയുന്ന ഒരു സിഫത്ത് അല്ലാഹു തആലാക്കുണ്ട്. വഹദാനിയത്ത് എന്ന് പറയുന്ന ഒരു സിഫത്ത് എന്താ വഹദാനിയത്ത് എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ അല്ലാഹു തആല ഈ ഏകത്വം ഉണ്ടോ, ബഹുത്വം എന്നുള്ളത് അള്ളാഹുവിന് ഒന്നിലുമില്ല. അള്ളാഹിന്റെ സിഫത്തിലും ബഹുത്വമില്ല, അള്ളാഹുവിൻ്റെ ദാത്തിലും ബഹുത്വമില്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആലാക്ക് സൽബിയായ 5 സിഫത്തിൽപ്പെട്ട അവസാനത്തെ സിഫത്ത് വഹദാനിയത്ത്, അതാണ് വഹദാനിയത്ത് എന്ന് പറഞ്ഞാൽ ഏകത്വം. ബഹുത്വം എന്നുള്ളത് അള്ളാഹുവിൻ്റെ ദാത്തിലും അവൻ്റെ സിഫാത്ത് അഫ്ആൽ. ഈ ദാത്ത് സിഫാത്ത് അഫ്ആൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തിരിയൂലേ? ഇനി അതിങ്ങനെ അർത്ഥം മലയാളം പറയേണ്ടതില്ലല്ലോ അല്ലേ? അത് തിരിയാത്ത ആളുകളുണ്ടോ? ദാത്ത് സിഫാത്ത് അഫ്ആൽ 3 അത് തിരിയോ? അതെല്ലാവർക്കും മനസ്സിലായില്ലേ? അതായത് അതങ്ങനെ തന്നെ പ്രയോഗിക്കുള്ളൂ. അതുകൊണ്ടാണ് സംശയമുള്ള ആളുകൾ അപ്പം ചോദിച്ചാൽ മതി. സുഹൃത്തുക്കളെ, ദാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സത്ത, സിഫാത്ത് എന്ന് പറഞ്ഞാൽ അവൻ്റെ ഗുണങ്ങൾ, അഫ്ആൽ എന്ന് പറഞ്ഞാൽ അവൻ്റെ പ്രവർത്തനങ്ങൾ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആലക്ക് വഹദാനിയത്ത് എന്ന് പറയുന്ന, അതായത് ഏകത്വം, അവൻ്റെ ദാത്തിലും അവൻ ഏകനാകുന്നു, അവൻ്റെ സിഫത്തിൽ, അവൻ്റെ സിഫത്തുകൾക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്.
സിഫത്തുകൾക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. എന്തൊരു വഹദാനിയത്ത്. ഏത് സിഫത്ത് എടുത്തോളൂ നിങ്ങൾ, അതിനൊക്കെ ഒരു വഹദാനിയത്ത്, ഒരു ഏകത്വം ഉണ്ടായിരിക്കും. അള്ളാഹു തആലക്ക് രണ്ട് ഖുദ്റത്തില്ല, അള്ളാഹു തആലക്ക് രണ്ട് ഇൽമില്ല, അള്ളാഹു തആലക്ക് രണ്ട് ഇറാദത്തില്ല. ഒരൊറ്റ ഇറാദത്തേ ഉള്ളൂ, ഒരൊറ്റ ഇൽമേ ഉള്ളൂ. ആ ഇൽമ കൊണ്ട് എല്ലാ അറിവുകളും അള്ളാഹു തആല അറിയുന്നു. അള്ളാഹു തആലാക്കിന്റെ ഒരൊറ്റ ഇറാദത്ത് എന്ന് പറഞ്ഞ ഒറ്റ ഒരു സിഫത്ത് മാത്രമേ ഉള്ളൂ, ഒരൊറ്റ ഉദ്ദേശം. ആ ഉദ്ദേശം കൊണ്ട് എല്ലാ കാര്യങ്ങളെയും അള്ളാഹു തആല ഉദ്ദേശിക്കുന്നു, ഈ ഒരു കഴിവ് കൊണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെ അള്ളാഹുവിന്റെ സിഫത്തുകൾക്ക് എന്തുണ്ട്? ഏകത്വം എന്നുണ്ട്. അതിലെന്തില്ല? അത് അവിഭാജ്യമാണ്, അത് അവിഭാജ്യമാകുന്നു, അത് വിഭജിക്കപ്പെടുന്നതല്ല. അതുപോലെ തന്നെ അള്ളാഹുവിനെ പോലെ മറ്റൊരു ദാത്തില്ല. വഹദാനിയത്ത് അള്ളാഹുവായിട്ട് അള്ളാഹു മാത്രമേ ഉള്ളൂ, അള്ളാഹുവിൻ്റെ ദാത്തായിട്ട് അള്ളാഹുവിൻ്റെ ദാത്ത് മാത്രമേ ഉള്ളൂ, അള്ളാഹുവിൻ്റെ സിഫാത്ത് അള്ളാഹുവിൻ്റെ ഗുണങ്ങളായിട്ട് അള്ളാഹുവിൻ്റെ ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അഫ്ആലുകളായിട്ട് അള്ളാഹുവിൻ്റെ അഫ്ആലുകൾ മാത്രമേ ഉള്ളൂ, ഒരു തുല്യമായ മറ്റൊന്നും അതിലില്ല. ഇത് നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ച സെൽബിയായ അഞ്ച് സിഫത്ത്, അതുപോലെ തന്നെ വുജൂദ് അടക്കമുള്ള 6 സിഫത്ത്. ഈ നമുക്ക് നോക്കുമ്പോൾ ഇതൊക്കെ തെളിവുകളിലേക്ക് നമ്മൾ കടന്നിട്ടില്ല. തെളിവുകൾ നമ്മൾ കുറഞ്ഞ രൂപത്തിൽ നമ്മൾ പറയാം. തെളിവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാനും നിങ്ങളൊക്കെ ഒരുപക്ഷെ നമ്മളൊക്കെ മനസ്സിലാക്കി വെച്ച തെളിവുകൾ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മളൊക്കെ നിർബന്ധമായും തെളിവ് സഹിതമായിരിക്കണം ഇത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒന്നുകൂടി ഉണർത്താൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ചെറിയ ഒരു രീതിയിൽ നമുക്ക് അതിൻ്റെ തെളിവുകളിലേക്ക് നമുക്ക് കടക്കാം. എന്താ ഫസ്റ്റ് തന്നെ നമ്മൾ പറഞ്ഞ സിഫത്ത് ഏതാ? ആദ്യത്തിൽ തന്നെ നമ്മൾ പറഞ്ഞ സിഫത്ത് അള്ളാഹു തആലാക്ക് എന്തുണ്ട്? അള്ളാഹു മൗജൂദുൻ അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല മൗജൂദ്, അള്ളാഹു തആല മൗജൂദാണ്. മൗജൂദ് എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല ഉള്ളവനാകുന്നു, അള്ളാഹു തആല ഉള്ളവനാകുന്നു. എന്താ അള്ളാഹു തആല ഉണ്ട് എന്നുള്ളതിന് തെളിവെന്താ? ഇതാ നമുക്ക് നോക്കുന്നത്. അള്ളാഹു തആല ഉണ്ട് എന്നുള്ളതിന് തെളിവെന്താണ്? അള്ളാഹു ഉണ്ട് എന്നുള്ള തെളിവ് ഓരോരുത്തരും അടിക്കുക. അവരവൻ മനസ്സിലാക്കിയത് ഏകദേശമൊക്കെ ഇപ്പോൾ എല്ലാവരും ഒന്നിലേക്ക് പോവാ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉള്ളവനാണ് എന്നുള്ളതിന് നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ അഖീദ പഠിക്കേണ്ടത് എങ്ങനെയാണ്? തെളിവ് സഹിതം പഠിക്കണം. അള്ളാഹു തആല ഉണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ട്? അപ്പോൾ ഞാൻ എൻ്റെ മകളോട് ചോദിച്ചു, മോളെ അള്ളാഹു തആല ഉണ്ട് എന്നുള്ളതിന് എന്തായി എന്താണ് എനിക്ക് എന്താ തെളിവുള്ളതെന്ന് ചോദിച്ചു. അത് നമ്മളൊക്കെ തന്നെയാന്ന് പറഞ്ഞു. അതൊരു തെളിവാണ്. നമ്മളൊക്കെ തന്നെ എന്നുള്ളത് ഒരു തെളിവ് തന്നെയാണ്. നമ്മൾ ഉണ്ടാവണമെങ്കിൽ ആര് വേണം? ഇല്ലായ്മയിൽ നിന്ന് നമ്മൾ ഉണ്ടാവണമെങ്കിൽ ഉണ്ടാക്കിയ ഒരാൾ വേണം, അല്ലെങ്കിൽ ഇല്ലായ്മയും ഉണ്ടാവലും നമ്മളെ സംബന്ധിച്ചുകൊണ്ട് ഒരുപോലെയാണ്. ഈ പ്രപഞ്ചം തന്നെ, ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ ഒരു പ്രപഞ്ചം തന്നെയാണ് അള്ളാഹു ഉണ്ട് എന്നുള്ളതിനുള്ള തെളിവുകൾ. അതന്നെ നമുക്ക് അത് വിശദീകരിക്കുമ്പോൾ ഓരോരുത്തർക്കും പരിശുദ്ധ ഖുർആൻ എന്നുള്ളത് എന്താകുന്നു? അത് പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണോ? ഖുർആൻ എന്നുള്ളത് അത് അള്ളാഹു തആലാന്റെ ആസ്തികത്തിന് മേൽ ഖുർആൻ മുഖേന തെളിവ് പിടിക്കുന്ന ഒരു രീതിയുണ്ട്. മനസ്സിലായി? 2 രീതിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? തെളിവ് പിടിക്കാറുണ്ട്. പ്രപഞ്ചത്തിന്റെ അതിൻ്റെ സൃഷ്ടി വൈഭവവും അതിൻ്റെ എല്ലാ സ്ഥിതിഗതികളും മറ്റുള്ളതൊക്കെ തെളിവ് നിരത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രപഞ്ചത്തിന് എന്തായാലും ആര് വേണം? ഒരു സൃഷ്ടാവ് വേണം. ആ നിലയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ പ്രപഞ്ചത്തിലൂടെ അള്ളാഹുവിലേക്ക് എത്തുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുക? വേറെ നമ്മുടെ മുമ്പിൽ ഖുർആൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് ഒരു പ്രവാചകനാണ്, അത് വഹിമുഖം ലഭിച്ചതാകുന്നു എന്നൊരു പ്രവാചകൻ എന്ന് അവകാശപ്പെടുന്ന ഒരാൾ പറയുന്നു. അത് സത്യാവസ്ഥയുണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ട് നമ്മളിപ്പോൾ പറയാം. ഇപ്പം തന്നെ അടുത്ത് ഞാനിപ്പോൾ എവിടെ ഒന്ന് വായിച്ചു, ഒരു ശാസ്ത്രജ്ഞൻ എന്ത് ചെയ്തു? എവിടുത്തെ ശാസ്ത്രജ്ഞൻ അറിയില്ല, എവിടുത്തെ ശാസ്ത്രജ്ഞനാണ്? ഏതൊരു യൂറോപ്യൻ ശാസ്ത്രജ്ഞനാണ്. അപ്പോൾ അയാൾ എന്താ പറഞ്ഞത്? അയാളിപ്പോൾ ഇസ്ലാമിലേക്ക് വന്ന് കാരണം എന്താണെന്നറിയോ നിങ്ങൾ? പരിശുദ്ധ ഖുർആനിലൂടെയാണ്. ലണ്ടനിലല്ലേ? പരിശുദ്ധ ഖുർആനിലൂടെയാണ് ആൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഇസ്ലാമിലേക്ക് വന്നിരിക്കുക. എന്താ കാരണം എന്നറിയോ? സ്ത്രീകൾക്ക് അവരുടെ വിവാഹബന്ധം വിച്ഛേദിക്കപ്പെട്ട വിവാഹബന്ധം വേർപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞാൽ എത്ര യുദ്ധയിരിക്കണമെന്നുണ്ട്? എത്ര മാസം യുദ്ധയിരിക്കണം? അല്ലെങ്കിൽ എത്ര ശുദ്ധി യുദ്ധയിരിക്കണം? 3 ശുദ്ധി യുദ്ധയിരിക്കണം. 3 ശുദ്ധി കഴിഞ്ഞെങ്കിൽ അത് ആ സ്ത്രീ മറ്റൊരു പുരുഷന് ഹലാലാവുകയുള്ളൂ.
പിന്നെ വാലൽ മുത്തലക്കാത്തി എത്രബസ്ന സലാസത്ത് ഖുർആ. അപ്പോൾ 3 ഖുർആകൾ, അതായത് 3 ശുദ്ധികൾ. നമ്മുടെ ഷാഫി മദ്ഹബ് അനുസരിച്ചുകൊണ്ട് 3 ശുദ്ധി എന്ത് ചെയ്യേണ്ടതുണ്ട്? ഒരു സ്ത്രീ ഇരിക്കേണ്ടതുണ്ട്. അപ്പം ഇന്നത്തെ അയാൾ ഒരു ആധുനിക ശാസ്ത്രജ്ഞനാണ്. ഈ ശാസ്ത്രജ്ഞൻ അതിലൂടെ തെളിവ് നടത്തിയപ്പോൾ എന്ത് മനസ്സിലായെന്നറിയോ? ഒരു പുരുഷന്റെ ബീജഗണങ്ങൾ ഒരു സ്ത്രീയിൽ നിന്ന് പരിപൂർണമായിട്ടും പിന്നെ നീക്കം ചെയ്യപ്പെടുന്നത് 3 ആർത്തവം ഉണ്ടായതിന് ശേഷമാകുന്നു എന്നുള്ളതാ. ആദ്യത്തെ ഒരു ആർത്തവത്തിലൂടെ ആ പുരുഷന്റെ ബീജത്തിലെ കണങ്ങൾ ഭാഗികമായി നീങ്ങുന്നു. രണ്ടാമതൊരു ആർത്തവം, അതൊരു ശുദ്ധിയും കൂടി വരുന്നതോട് കൂടെ തന്നെ എന്ത് ചെയ്യുന്നു? പിന്നെ അല്പം കുറച്ചും കൂടി നീങ്ങുന്നു. മൂന്നാമതൊരു ഹൈവും, അതായത് മെൻസസും അതിൽ നിന്ന് ശുദ്ധിയാവുകയും ചെയ്തതിനോട് കൂടെ മാത്രമേ ഒരു പുരുഷന്റെ ശരീരത്തിൽ ഉണ്ടാവുന്ന പുരുഷന്റെ ബീജകണകങ്ങളിൽ നിന്ന് ആ സ്ത്രീ പരിപൂർണമായി മുക്തയാവുകയുള്ളൂ എന്ന് ഈ ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ച് പരിശുദ്ധ ഖുർആനിലെ ഈ അധ്യാപനത്തുമായി പരിപൂർണമായും യോജിക്കുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും അദ്ദേഹം സധൈര്യം ഉച്ചത്തിൽ ആരുടെയും എതിർപ്പുകളൊന്നും വകവെക്കാതെ ആൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയും ഉണ്ടായി. ഇതിങ്ങനെ ഒരു കൃത്യമായിട്ട് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രവാചകൻ, പിന്നെ ഡാർക്ക് ഏജ് എന്ന് പറയുന്ന ഇരുണ്ട കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു പിന്നെ കാലഘട്ടത്തിലുള്ള ഒരു പ്രവാചകൻ ഇങ്ങനെ കൃത്യമായിട്ട് ഇത് പറയുന്നുണ്ടെങ്കിൽ അത് അയാളുടെ അവകാശവാദം ശരിയാകുന്നു. ഒരു ആധുനിക സംവിധാനങ്ങളില്ല, ലാബോറട്ടറികളിൽ കിടക്കുന്ന സെർച്ചുകളില്ല. അത് പറയണമെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ ആ പ്രവാചകൻ ഒരു അദൃശ്യ ശക്തിയിൽ നിന്നുള്ള നിർദ്ദേശം ലഭിക്കുന്നത് കൊണ്ടാകുന്നു. അങ്ങനെയാണ് എന്ത് ഖുർആനെ സംബന്ധിച്ച് പഠിക്കുകയും ആ ഖുർആന്റെ അവകാശം, ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണെന്ന് പറയുന്ന പ്രവാചകനിൽ അദ്ദേഹം വിശ്വസിക്കുകയും അള്ളാഹുവിനെ കണ്ടുമുട്ടുകയും അങ്ങനെ അള്ളാഹുവിൽ വിശ്വസിക്കുകയും പ്രവാചകനിൽ വിശ്വസിക്കുകയും അയാൾ മുസ്ലിം ആവുകയും ചെയ്തു. കേട്ടങ്ങൾ അതൊരു പിന്നെ എന്താകുന്നു ഒരു തരീഖാണത്. മനസ്സിലായില്ലേ? ഒരു തരീഖാണത്. അത് വേറെ തരീഖുണ്ട്. അതൊക്കെ വേറെ ചോദ്യങ്ങൾ. മനസ്സിലായില്ലേ? അയതുണ്ടാക്കാത്ത സ്ത്രീകൾക്ക് പിന്നെ അയതുണ്ടാക്കാത്ത സ്ത്രീകൾക്ക് ഗർഭമുണ്ടാവുക. അയതുണ്ടാക്കാത്ത സ്ത്രീകൾ എന്ത് ചെയ്യണം? ഇദ്ധരിക്കുന്നതാ. നിങ്ങൾ ഇദ്ധരിക്കുന്ന വിഷയം വേറെ പറയാം. അത് നമ്മൾ അങ്ങോട്ട് നീങ്ങാൻ പിന്നെ ആരും PM ചെയ്യേണ്ടതില്ല. നമ്മൾ ഫിഖിൻ്റെ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി എടുത്തതല്ല. നമ്മളിപ്പോൾ ആ വിഷയത്തിൽ ബന്ധപ്പെട്ടുകൊണ്ടൊരു വിഷയം പറഞ്ഞതുള്ളൂ. അതൊക്കെ ഇൻഷാ അല്ലാഹ് പിന്നെ അതിൻ്റെ അവസരത്തിൽ ചോദിക്കാം. വിഷയം മാറിപ്പോവും സുഹൃത്തെ. ഇതല്ലാത്ത സ്ത്രീകൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് കിതാബ് വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഓക്കെ. പിന്നെ ഇതല്ലാതെ ഹൈദില്ലാത്ത സ്ത്രീകൾ. അപ്പം പിന്നെ അപ്പോൾ റബ്ബിൻ്റെ പിന്നെ വുജൂദ്, അള്ളാഹുവിൻ്റെ ആസ്തിക്യം, നമ്മുടെ പിന്നെ പണ്ഡിതന്മാരുടെ ഭാഷ പറഞ്ഞാൽ 4 കാര്യങ്ങളെ കൊണ്ട് അള്ളാഹുവിൻ്റെ ആസ്തിക്യത്തെ നമുക്ക് ഏതൊരു യുക്തിവാദിയുടെ മുമ്പിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്ഥാപിക്കാൻ സാധിക്കും. ഏത് യുക്തിവാദിയുടെ മുമ്പിലും നമുക്ക് 4 വിധത്തിലൂടെ നമുക്ക് സ്ഥാപിക്കാൻ സാധിക്കും. ഒന്നാമത്തത് അറബിയിൽ പറഞ്ഞാൽ ബുത്ലാൻ റുജ്ഹാനി ബിദൂനി മുറജ്ജി. ഒന്ന് കേട്ടോളിയേ. ഒന്ന് എന്താ? ഒരു മുറജ്ജി, അതായത് മുൻതൂക്കം നൽകുന്ന വസ്തു ഇല്ലാതെ കണ്ട് ഒരു സംഗതി മുൻതൂക്കം നൽകപ്പെട്ടതായുക എന്നുള്ളത് ബാത്തിലാണ് നമ്മൾ പറയാം. മുറജ്ജി ഇല്ലാതെ കണ്ട് റുജ്ഹാൻ ഉണ്ടാവൂല. അപ്പോൾ അറബിയ ഞാൻ പറഞ്ഞത് പറയും, നിങ്ങൾ ഒന്നും മനസ്സിലായി ഉണ്ടാവില്ല. ഒരൊറ്റ ഉദാഹരണത്തോടെ ഞാൻ പറയാം. ഒരാൾ ഒരു തുലാസ് എടുത്ത് കയ്യിൽ പിടിക്കുന്നു. തുലാസ് കൃത്യമായ നിലക്ക് അതിൻ്റെ 2 തട്ടുകളും കൃത്യമായി നിൽക്കുകയാണ്. അതിന് ഒന്നിലും ഒരു സാധനമില്ല, ഒരു തട്ടിലും 1 ഗ്രാം പോലും ഒന്നുമില്ല, വളരെ കൃത്യമായ ഒരു തുലാസ്. ആ തുലാസ് ഒരു കാരണവുമില്ലാതെ, ഒരു വസ്തു ഒരു കാറ്റടിക്കുക പോലും ഇല്ലാതെ പെട്ടെന്ന് അതിന്റെ ഒരു തട്ട് താഴോട്ട് പോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ ഇല്ലയോ? നിങ്ങൾ വിശ്വസിക്കുമോ ഇല്ലയോ? വിശ്വസിക്കില്ല. ആരും വിശ്വസിക്കാൻ കിട്ടൂല. ഒന്നുമില്ല, ഒരു സാധനം 1 ഗ്രാം പോലും മറ്റേ തട്ടിൽ വെച്ചിട്ടില്ല, ഒരു കാറ്റടിച്ചിട്ടില്ല, ഒരനക്കവും ഉണ്ടായിട്ടില്ല. ഒരു അനക്കവും ഇല്ലാതെ ഈ തുലാസിന്റെ ഒരു തട്ട് പെട്ടെന്ന് താഴോട്ട് പോയി എന്നൊരാൾ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. ആരും വിശ്വസിക്കൂല. ബുദ്ധിയുള്ളവരാരും വിശ്വസിക്കൂല. എന്താ പറഞ്ഞ നമ്മൾ അവിടെ മുറജ്ജിഹ് വേണം. മുറജ്ജിഹ് ഇല്ലാതെ തെർജിഹ് ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ ഇത് താഴാൻ ആവശ്യമായ കനം ഇതിൽ വെക്കാതെ കണ്ട് ഒരു വസ്തു താഴൂല. അതുപോലെ തന്നെ
മരത്തിന് മുകളിൽ ഒരു ഇല, ഒരു കാറ്റുമില്ല, ഒന്നുമില്ല, ഒരു പക്ഷിയോ ഒരു മൃഗമോ ഒരു പാമ്പോ ഒന്നും തന്നെ മരത്തിന് മുകളിലില്ല. പെട്ടെന്ന് ആ മരത്തിന്റെ ഒരു 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 കൊമ്പ് താഴോട്ട് അങ്ങ് മുറിഞ്ഞു വീണ്. ഒരു കുഴപ്പമില്ല മരത്തിന്, അല്ലെങ്കിൽ ആ മരത്തിന്റെ ഇല അനങ്ങി എന്ന് പറഞ്ഞു. അപ്പൊ കാറ്റടിക്കാതെ ഇല ഇളകൂല എന്ന് പറയില്ല നമ്മള്, അല്ലേ? കാറ്റടിക്കാതെ ഇല ഇളകൂലാൻ എന്ന് പറഞ്ഞാൽ അതൊരു പ്രയോഗ. എന്തെങ്കിലും ഒരു കാരണം അതില്ലാതെ കണ്ടിട്ട്, ഒരു മുറജ്ജി ഇല്ലാതെ കണ്ട് ഒരു റാജി ഉണ്ടാവില്ല, ഒരു റുജാൻ ഉണ്ടാവില്ല. അതാണ് പിന്നെ അറബി പറഞ്ഞാൽ ബുത്തുലാനു റുജ്ഹാനി ബിദൂനി മുറജ്ജിൻ. അതെ, ഒരു കാരണമില്ലാതെ, അത് വേറൊന്നാണ്. ഒരു കാരണമില്ലാതെ ഒരു കാര്യം ഉണ്ടാവില്ല. കാരണങ്ങൾ കൊണ്ട് ബന്ധിതമാകുന്നു ഈ ലോകം, അല്ലേ? കാര്യകാരണങ്ങളെ കൊണ്ട് ബന്ധിതമാകുന്നു. ഒരു കാരണമില്ലാതെ കണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല. പിന്നെ വേറെ എന്തിനാ, അത് നമ്മൾ നാലാമതായി പറയുന്നുണ്ട് പറഞ്ഞു. അപ്പൊ ഇതെല്ലാവരും അംഗീകരിക്കുന്ന, ഇത് ആരംഗീകരിക്കും? അത് ആസ്തികനും അംഗീകരിക്കും, നാസ്തികനും അംഗീകരിക്കും, യാതൊരു സംശയമില്ല. അപ്പോൾ പിന്നെ ഒരു യുക്തിവാദിയോട് ചോദിക്കുകയാണ്, ഒരു തുലാസിന് കൃത്യമായി നിൽക്കുന്ന ഒരു തുലാസ് യാതൊരു മുൻതൂക്കം കൊടുക്കാതെ കണ്ട്, ഒരു മാറ്റങ്ങളില്ലാതെ, ഒരു ബാഹ്യമായിരിക്കുന്ന ഒരു ശക്തികളുടെ സമ്മർദ്ദമില്ലാതെ കണ്ട് ഒരു തട്ട് പെട്ടെന്ന് താഴേക്ക് പോയി എന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കുവാൻ ചോദിച്ചാൽ ഇത് വിശ്വസിക്കൂല. അപ്പൊ എല്ലാവരും അറിയാണ് അക്കാര്യം. അപ്പൊ എന്തെങ്കിലും ഒരു മുറജ്ജ്, അതിന് മുൻതൂക്കം നൽകുന്ന ഒരു വസ്തു ഇല്ലാതെ കണ്ട് ഒരു വസ്തു മുൻതൂക്കത്തിലേക്ക് വരികയില്ല. ഇതൊന്നാണ്. ഇത് എല്ലാ ഒക്കലാവും എല്ലാ ബുദ്ധിമാന്മാരും സമ്മതിക്കുന്ന ഒരു കാര്യം തന്നെയാണിത്. എങ്കിൽ നമുക്ക് നോക്കാം. എന്നാൽ ഈ ഒരു വാദം മുമ്പിൽ വെച്ചുകൊണ്ട്, ഈ ഒരു കായിക മുമ്പിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ആസ്തികത്തെ സംബന്ധിച്ച് നമുക്ക് തെളിവ് പിടിക്കാൻ സാധിക്കുമല്ലേ? തെളിവ് പിടിക്കാൻ സാധിക്കും, നമുക്ക് തെളിവ് പിടിക്കാൻ സാധിക്കും. അപ്പൊ നമ്മൾ നോക്കുക, ഈ ഭൂമിയെ സംബന്ധിച്ച്, ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുക. അത് അതിൻ്റെ മൊത്തത്തിൽ ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ച് നാം ആലോചിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ ബുദ്ധി ഉറപ്പിച്ച് പറയും, എന്താ, ഈ പ്രപഞ്ചം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അത് ഇല്ലായിരുന്നു, അല്ലേ? അതുറപ്പല്ലേ? ഈ പ്രപഞ്ചം ഈ പ്രപഞ്ചം ഇന്ന് പ്രപഞ്ചം ഉണ്ടാവുക എന്നത് നിർബന്ധമായ കാര്യമല്ല. ഈ പ്രപഞ്ചം ഉണ്ടാവുക എന്നുള്ളത് നിർബന്ധമായ കാര്യമല്ല. അതിന് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഏതൊരു വസ്തുവിനും നോക്കണം കളി, ഏതൊരു വസ്തുവിനും ആറാലൊരു കാര്യം നിർബന്ധം, 12 കാര്യത്തിൽപ്പെട്ട ഒരു കാര്യം എന്തായാലും അതിന് നിർബന്ധമായി വരും. നിങ്ങൾ നോക്കി, നിങ്ങൾ എങ്ങനെ പോയാലും, ഏത് വിധത്തിലൂടെ പോയാലും ഒരു വസ്തുവിന് ലോകത്തിലെ എന്തെങ്കിലും ഒരു വസ്തുവിന് 12 കാര്യത്തിൽപ്പെട്ട 6 കാര്യം നിർബന്ധമായും അതിന് ഉണ്ടാവേണ്ടതുണ്ട് എന്ന് നമ്മുടെ ഉലമാക്കൾ കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് ആ കാര്യം എന്നുള്ളത് അത് പറയുമ്പോൾ നമ്മളെ സമയം ഒരുപാട് പോകുന്നു, അതിനൊക്കെ നല്ല സമയം വേണം. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞ 4 തെളിവിൽപ്പെട്ട ഒന്ന് തന്നെ പൂർത്തിയാവില്ല, ഒന്ന് തന്നെ പൂർത്തിയാവാൻ പ്രയാസമാണ്. നോക്കട്ടെ. ഒന്ന്, ഈ ലോകത്തുള്ള വസ്തുവിന്, ഏതൊരു വസ്തു എടുക്കുകയാണെങ്കിലും 12 കാര്യത്തിൽപ്പെട്ട ഒന്ന് അതിന് നിർബന്ധമാണ്. ഒന്ന് ഞാൻ പറഞ്ഞുതരാം, നമുക്ക് സമയത്തിനനുസരിച്ച് കൂടെ നമുക്ക് നാളെയും പറയാം ബാക്കി ഇൻഷാ അല്ലാഹ്. 12ൽപ്പെട്ട 2 കാര്യം അതിൽ 6 കാര്യം അതിൽ നിർബന്ധമാണ്. ഒന്നിക്കൽ അത് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഇല്ലാതിരിക്കണം. ഒരു വസ്തുവിനെ സംബന്ധിച്ചുകൊണ്ട് പറയാ, അതിനക്ക് വുജൂദ് ആദ്യമേ, ഒന്നിരിക്കൽ അത് ഉണ്ടാവില്ലെങ്കിൽ ഇല്ലാതിരിക്കും. ഒരു വസ്തുവിനെ സംബന്ധിച്ച്, അല്ലേ? അത് ഉറപ്പന്നല്ലേ? ഒരു വസ്തു ഒന്നിരിക്കലും ഉണ്ടാകും അല്ലെങ്കിൽ ഇല്ലാതിരിക്കും. മൂന്നാമത്തെ അവസ്ഥ ഉണ്ടായിന് അങ്ങനെ ഉണ്ടാവും. നമ്മൾ ബുദ്ധിപരമായിട്ട്, അതായത് നമ്മൾ അക്കല് ഉപയോഗപ്പെടുത്തിയിട്ട്, നമ്മുടെ ബുദ്ധി ഉപയോഗപ്പെടുത്തിയിട്ട് തെളിവ് പിടിക്കുന്നതിൻ്റെ ഒരു രൂപമാണിത്. അത് നമുക്ക് ഇതെവിടെ നമുക്ക് യോജിപ്പിക്കാം. ഏത് യുക്തിവാദിയോട് നമുക്കിത് പറയാൻ സാധിക്കും. ഒന്നിരിക്കലും ഒരു വസ്തു ഉണ്ടാകില്ലേ ഇല്ലാതിരിക്കും. അത് രണ്ടും പരസ്പരം ഓപ്പോസിറ്റ് ഉള്ളതായിരിക്കും കേട്ടോ.
ഉണ്ടാവുക എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ആണ് എന്ത് പറയുക ഇല്ലാതിരിക്കുക എന്നുള്ളത്. അപ്പൊ ഒന്ന് ഉറപ്പാണ്, ഈ രണ്ടാലൊന്നും ഉണ്ടാവുക ഉറപ്പ്. ഒരു വസ്തുവിന് ഒന്നിരിക്കലും അത് ഉണ്ടാവും അല്ലെങ്കിൽ ഇല്ലാതിരിക്കും. അതെ, അത് ഉറപ്പന്നെ ഒന്നത്. അപ്പോൾ എന്താ രണ്ടെണ്ണത്തിൽ ഒന്ന് നിർബന്ധമായി. പിന്നെന്താണ്, പിന്നെ ഒരു സിഫത്തുകൾ, ഏതെങ്കിലും ഒരു പിന്നെ കളറുകൾ നോക്കുക, ഏതെങ്കിലും ഒരു ഗുണം മറ്റൊന്ന് സിഫത്തുകളാണ്. സിഫത്തുകൾ ഒന്നിരിക്കലും എന്തായിരിക്കും, അത് കറുപ്പായിരിക്കും അല്ലെങ്കിൽ അത് വെളുപ്പായിരിക്കും. ഉദാഹരണം പറയാ അല്ലേ, ഒരു വസ്തു ഒന്നിരിക്കലും കറുപ്പായിരിക്കും അല്ലെ വെളുപ്പായിരിക്കും, ഏതെങ്കിലും ഒരു കളർ ഉള്ളതായിരിക്കും. യാതൊരു സംശയമുണ്ടോ? ആർക്കും സംശയമുണ്ടോ? ഒരു കളറില്ലാത്ത എന്താ സാധനം ഉണ്ടോ അവിടെ? ഉണ്ടോ? ഒരു കളറും ഇല്ലാത്ത എന്തെങ്കിലും സാധനം ഉണ്ടോ? ഉറപ്പാണ് അതിനെന്തുണ്ടാവും, എന്തെങ്കിലും ഒരു കളർ ഉണ്ടായിരിക്കും. ഇല്ല എന്നുള്ളത് തന്നെയാണ്. വെള്ളത്തിന് അതിനോട് ചേർന്ന്, അത് ഏതിനോട് ചേരുന്നു അതിനൊരു കളറല്ലേ? വെള്ളത്തിന് ഒരു കളറുണ്ട്, അത് ഏതിനോട്, വെള്ളം നിറയെ എവിടെയെങ്കിലും നിൽക്കുവോ? വെള്ളം തനിയെ നിൽക്കുവോ? വെള്ളം തനിയെ നിൽക്കില്ല. വെള്ളത്തിന് എന്താ കളർ എന്നുള്ളത് നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ കടലിലെ വെള്ളത്തിന് എന്താ നിറം, വെള്ളത്തിന് എന്താ നിറം ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? അത് നീലയാണ് അല്ലേ? അത് നീലയാണ്. അങ്ങനെ ഉണ്ടാവും. അപ്പോൾ പിന്നെ അതൊരു ഒരു സിഫത്ത്, എന്തെങ്കിലും ഒരു സിഫത്ത് അതിനുണ്ടാകും, കറുപ്പ് വെളുപ്പ് എന്നുള്ളത്. അപ്പം എന്തായി? അപ്പോൾ പിന്നെ ഇതിൽപ്പെട്ട ഒരു ഗുണമുണ്ടായിരിക്കണം. കറുപ്പിന്റെ നേരെ എതിര് ഒന്നിരിക്കൽ വെളുപ്പ് അല്ലേ? കറുപ്പ് അല്ലെങ്കിൽ വെളുപ്പ്, രണ്ടാലൊന്നും ഉണ്ടാവണം. പിന്നെ ഒരു സ്ഥലം വേണം. അപ്പം എന്തായി? ഈ പിന്നെ ഒരു ഏതാ നമ്മൾ പറഞ്ഞത് ഇപ്പം, പിന്നെ വുജൂദ് അദമ്, ഒന്നിരിക്കലും ഉണ്ടാവണം അല്ലെങ്കിൽ ഇല്ലാതിരിക്കണം, അല്ലെങ്കിൽ അതിന് ഒരു പിന്നെ മറ്റൊന്ന് ഒരു സിഫത്ത്, അതിന് ഗുണങ്ങൾ, വെളുപ്പ് കറുപ്പ് വെള്ളായിരിക്കുന്ന ഗുണങ്ങൾ ഏതെങ്കിലും ഒന്ന് വേണം. ഒന്നിരിക്കൽ വെളുത്തായിരിക്കും അല്ലെങ്കിൽ കറുപ്പായിരിക്കും, ഏതെങ്കിലും ഒരു കളർ വേണം. പിന്നെ മറ്റൊന്ന് സ്ഥാനം, ഒരു മക്കാനുകൾ, ഒന്നിരിക്കൽ ഈ സ്ഥലമാണ് അല്ലെങ്കിൽ വേറെ സ്ഥലം വേണം. ഇപ്പൊ നമ്മളിപ്പോൾ നിങ്ങൾ കമ്പ്യൂട്ടറൊക്കെ നിൽക്കുന്നത് ആ കമ്പ്യൂട്ടർ നിൽക്കുന്ന ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ വേറെ ഒരു സ്ഥലം എന്തായാലും വേണം, ഒരു മക്കാന് വേണം, ഒരു വസ്തുവിന് ഒരു സ്ഥലം വേണം എന്നുള്ളത് യാതൊരു സംശയമില്ല. ഓക്കെ, അപ്പൊ എന്തായി? മൂന്നെണ്ണമായല്ലോ. പിന്നെ ഒരു സമയം വേണം, ഒരു വസ്തുവിന് ഒരു സമയം വേണം, ഉറപ്പല്ലേ? ഇന്ന് അല്ലെങ്കിൽ ഇന്നലെ അല്ലെങ്കിൽ നാളെ. അപ്പോൾ ഒരു സമയം വേണം, ഒരു സമയത്തിലായിരിക്കണം എന്നുള്ളത് യാതൊരു സംശയമില്ല. അപ്പോൾ ഒരു വസ്തുവിന് ഒരു സ്ഥലം വേണം, ഒരു സമയം വേണം, അതിനൊരു ഗുണമുണ്ടായിരിക്കും, അതൊന്നിരിക്കൽ ഉള്ളതായിരിക്കും ഇല്ലാത്തതായിരിക്കും. അപ്പോൾ 4 കാര്യമായി ഇപ്പോൾ പറഞ്ഞത്. പിന്നെ എന്താ മറ്റൊന്ന്, ഏതെങ്കിലും ഒരു ഭാഗം ഉണ്ടായിരിക്കണം. കണ്ടോ? ഏതെങ്കിലും ഒരു ഭാഗം, ജിഹാദ്, ഒന്നിരിക്കൽ കിഴക്ക് അല്ലെങ്കിൽ പടിഞ്ഞാറ്, തെക്ക്, വടക്ക്, താഴെ, മേലെ അല്ലേ? ഈ ഏതെങ്കിലും ഒന്നാവൂലേ? ഒരു വസ്തുവിന് ഒരു ജിഹത്തുണ്ടാവും ഉറപ്പാ. ഒരു സ്ഥലമുണ്ടാകും, അതിനൊരു ജിഹത്തുണ്ടായിരിക്കും. അപ്പൊ എത്രണ്ണായി? 5 പിന്നെ അതിനൊരു കണക്കുണ്ടായിരിക്കും, ഒരു മക്കാദീർ എന്ന് വെച്ചാൽ അത് ഇത്ര വലിപ്പത്തിലുള്ളത്, വലുത്, ചെറുത്, കൂടുതൽ, കുറച്ച് തുടങ്ങിയ ഏതെങ്കിലും ഒരു പിന്നെ മിഖ്ദാർ അതിനുണ്ടായിരിക്കും. അപ്പൊ ഏതെങ്കിലും ഒരു സിഫത്ത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കളർ എന്നുള്ളത് ഒരു സിഫത്ത് പറഞ്ഞാണ്. ഒന്നിരിക്കലത് പിന്നെ എന്തുണ്ടായിരിക്കും, ഒരു ഗുണമാണ്, ഒരു ഗുണം എന്നുള്ളതാണ് പറഞ്ഞത്. അത് ഉദാഹരണം പറഞ്ഞാണ് കളർ എന്നുള്ളത്. കളർ ഏതെങ്കിലും ഒരു കളർ ഉണ്ടായിരിക്കും, ചിലപ്പോൾ കളർ ഉള്ളതുണ്ടാവും അല്ലാത്തതുകൊണ്ട്, പക്ഷെ ഒരു ഗുണം, ഒരു സിഫത്ത്, ഒരു ഗുണം അതിനുണ്ടാകും, യാതൊരു സംശയമില്ല. ഏതെങ്കിലും ഒരു ഐറ്റത്തിൽപ്പെട്ടായിരിക്കും അത്. അപ്പൊ എന്തായി? ഇപ്പൊ അവിടെ പിന്നെ അപ്പൊ എത്രയായി നമ്മൾ കൂട്ടിയത്? മക്കാദീർ കൂട്ടില്ലേ? അപ്പൊ എത്രയായി? അതുപോലെ 12ആയി. ഈ 6 നിന്ന് 6 കഴിഞ്ഞില്ലേ സുഹൃത്തുക്കളെ? 6 കഴിഞ്ഞില്ലേ? അതെ, 6 കഴിഞ്ഞ്. ഈ 6 ഇപ്പം ഇതിലിപ്പോ ഏതെങ്കിലും ഈ 12 എണ്ണത്തിൽപ്പെട്ട 6 എണ്ണം ഒരു വസ്തുവിന്, നിങ്ങൾ ഏത് വസ്തു എടുത്താലും അതിന് ഈ 6 എണ്ണം നിർബന്ധമായിട്ട് വരണം, യാതൊരു സംശയമില്ല. ഇതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാര് നമ്മുടെ ഉലമാക്കൾ ഒരു പിന്നെ ബെയ്ത്ത് പറഞ്ഞു. ആ ബെയ്ത്ത് നിങ്ങൾ നോക്കോളൂ. എന്താ അറിയോ? ആ ബെയ്ത്ത് ഞാൻ അവിടെ പേസ്റ്റ് ചെയ്യുക, ആവശ്യമുള്ള ആളുകൾ അതൊക്കെ എടുക്കാവുന്നതാണ്. എന്താ പിന്നെ അൽ മുംകിനാത്തുൽ മുതഖാബിലാതു വജൂദുനൽ അദ്മു വസ്സിഫാതു അംകിനത്തുൻ നസ്മീനത്തുൻ ജിഹാതു സുമ്മൽ മഖാദിറു വസ്സിഖാതു. അതിന്റെ അവസാനം പോയി പോയില്ലേ? സുമ്മൽ മഖാദിറു വസ്സിഖാതു അൽ മുംകിനാത്തുൽ മുതഖാബിലാതു വജൂദുനൽ അദ്മു വസ്സിഫാതു അംകിനത്തുൻ നസ്മീനത്തുൻ ജിഹാതു സുമ്മൽ മഖാദിറു വസ്സിഖാതു. കണ്ടോ? അൽ മുംകിനാത്ത്, മുംകിനായിരിക്കുന്ന, അതായത് പ്രപഞ്ചത്തിലുള്ള എന്ത് വസ്തുവും അതൊക്കെ മുംകിനാണ്.
മുംകിൻ എന്ന് പറഞ്ഞാൽ എന്താ സുഹൃത്തുക്കളെ? അറബിയിൽ നമ്മൾ മുംകിൻ എന്ന് പറയുന്നുണ്ടല്ലോ, അറബിയോടൊക്കെ മുംകിൻ സാധിക്കോ സാധിക്കൂല അല്ലേ, രണ്ടു അർത്ഥമില്ലല്ലേ? മുംകിൻ എന്ന് വെച്ചാൽ സാധിക്കുമോ ഇല്ലയോ, വരുമോ എന്ന് ചോദിച്ചാൽ മുംകിൻ, വരാൻ സാധ്യതയുണ്ട്, വരാതിരിക്കാനും സാധ്യതയുണ്ട്. അതന്നെ നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്താ മുംകിൻ എന്ന് പറഞ്ഞാൽ ഉണ്ടാവാനും ഉണ്ടാതിരിക്കാനും സാധ്യതയുള്ളത്, എനിക്കാണ് മുംകിൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആയിരിക്കുന്ന വസ്തുക്കള് നമ്മളൊക്കെ ഇപ്പൊ മുംകിനാണോ അല്ലേ? ഞാനും നിങ്ങളൊക്കെ മുംകിനാണോ അല്ലേ? നമ്മളിപ്പോ മുംകിനല്ല, നമ്മളിപ്പോ ഹാദിസാണ്. ഒരു വസ്തു ഉണ്ടാവാനും ഉണ്ടാതിരിക്കാനും സാധ്യതയുള്ള ഒരു വസ്തു ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വസ്തു എന്താണ്? ഹാദിസായി. അതിന്റെ പേര് ഉണ്ടായത്, പുതുതായി ഉണ്ടായത് എന്നുള്ള ഹാദിസ് എന്നുള്ള പേര്, അതിന് മുംകിൻ എന്ന് പിന്നെ പറയില്ല. അപ്പൊ ഏതായാലാവട്ടെ, ഇങ്ങനെയുള്ളതായിരിക്കുന്ന സാധനങ്ങൾ അൽ മുത്തഖാബിലാത്തു, അത് പരസ്പരം എന്താകുന്നു? ഈ ഓപ്പോസിറ്റുള്ള 12 കാര്യത്തിൽപ്പെട്ട 6 കാര്യങ്ങൾ അതിലേക്ക് നിർബന്ധം. അതാ വുജൂദിനിൽ അദ്മു, വുജൂദ് അദ്മു ഒന്ന്, സിഫാത്തു ഒരു സിഫാത്ത്, നമ്മൾ പറഞ്ഞ സിഫത്ത് ഏതെങ്കിലും കളർ പോലുള്ള സിഫത്തുകൾ, അല്ലെങ്കിൽ സ്ഥലം അതുപോലെ തന്നെ അംകിനത്തുൻ അസ്മിനത്തുൻ സമയം, ജിഹാത്തുൻ എന്താകുന്നു? പിന്നെ ഭാഗങ്ങൾ, സുമ്മൽ മക്കാദുർ അതിന്റെ കണക്കുകൾ. അപ്പോൾ നോക്കാം അപ്പോൾ ഈ പ്രപഞ്ചം നമ്മളിപ്പോൾ ഉദാഹരണം എടുക്കാം. ഈ പ്രപഞ്ചത്തിന് എടുക്കുമ്പോൾ ഭൂമി ആയിക്കോട്ടെ, പ്രപഞ്ചം മൊത്തം എടുക്കണം. നമ്മൾ ഭൂമി എന്നുള്ള പ്രപഞ്ചത്തിലെ നാം വസിക്കുന്നതായ ഒരു ഭൂമി അല്ലേ, ആ ഭൂമിയെ സംബന്ധിച്ചെടുക്കുക. ആ ഭൂമി ഇപ്പൊ ഏത് ഗുണമായിപ്പെടുക? ഈ വുജൂദ് അതുമിൽപ്പെട്ട ഏതാണ് ഇപ്പൊ ആ ഭൂമിക്കുള്ളത്? വുജൂദോ അതുമോ? ഈ ഭൂമിക്കുള്ളത് വുജൂദോ അതുമോ? ഇപ്പോ ഉള്ളതോ ഇല്ലാത്തതോ? ഇപ്പൊ ഭൂമി എന്ന് പറഞ്ഞത് രണ്ടാലൊന്നും ഉണ്ടാവുമല്ലോ, ഒന്നിരിക്കൽ ഉള്ളതാണ്. ഇപ്പൊ ഇന്നത്തെ നമ്മളിപ്പോ നിലകൊള്ളുന്ന ഭൂമിക്കുള്ളത് വുജൂദ് എന്നുള്ളതാണ്. ശരി, അതൊന്നുണ്ടായി. പിന്നെ ഏതാണുള്ളത്? പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ്? വുജൂദ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പറഞ്ഞത് രണ്ടാമത് നമ്മൾ പറഞ്ഞത് എന്താ? അതിന് ഒരു സിഫത്താണ് അല്ലേ? ആ ഭൂമിക്കുള്ള ഒരു ഗുണമാണ് അതിന്റെ കളറ്. അതെന്തായിക്കോട്ടെ, ഒരു കളർ ഉണ്ടല്ലോ. ഭൂമിക്ക് ഒരു സിഫത്തുണ്ട്, ഒരു ഗുണമുണ്ട്, യാതൊരു സംശയമില്ല. ഒരു ഗുണം, ഏതെങ്കിലും ഒരു കളർ ഉണ്ടാകും. എല്ലാ കളറും ഒരു സ്ഥലത്തുണ്ടാവില്ല. ഒന്നിരിക്കലും വെള്ളമായിരിക്കും, അല്ലെങ്കിൽ കറുപ്പായിരിക്കും. പരസ്പര വൈരുദ്ധ്യമുള്ള കളർ ഒരേ സമയത്ത് ഒരുമിച്ച് കൂടൂല. പിന്നെ മറ്റൊന്ന് സ്ഥലമുണ്ട് അല്ലേ? ഭൂമിയുടെ സ്ഥലം ഏതാണ്? ഭൂമിയുടെ സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ സൗരയൂഥത്തിൽ ഭൂമിയുടെ സ്ഥലം എവിടെയാകുന്നു? എത്രാമത്തെ ഗോളമാണ് ഭൂമി? ആർക്കെങ്കിലും പറയാൻ കിട്ടുമോ? എനിക്ക് പറയാൻ കിട്ടില്ല, അതുകൊണ്ട് ചോദിക്കണം കേട്ടാ. സൗരയൂഥം എന്ന് പറയുന്ന പ്രപഞ്ചത്തിലെ ഏറ്റവും വളരെ ചെറിയ ആയിരിക്കുന്ന ഒരു പിന്നെ നക്ഷത്ര സമൂഹമാണ് സൗരയൂഥം എന്ന് പറയുന്നത്. നമ്മുടെ ഇന്നത്തെ സൂര്യനും അതിന്റെ ചുറ്റുപാറ്റുമുള്ള ആയിരിക്കുന്ന കുറച്ച് ഗോളങ്ങളും അടങ്ങിയതായിരിക്കുന്ന വലിയൊരു പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗം, പിന്നെ അതിൽപ്പെട്ട ചെറിയ ഒരു സ്ഥാനമാണ് ഭൂമിക്കുള്ളത് അല്ലേ? കൃത്യമായിട്ട് ആരെങ്കിലും പറയാൻ പറ്റുമോ? എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഭൂമി ഈ സൂര്യനിൽ നിന്ന് എത്രാമത്തെ ഗോളമാണ് ഭൂമി എന്നുള്ളത്. അതിനൊരു ജിഹത്തുണ്ടാവല്ലോ, ഉറപ്പാണ്. നമുക്കെന്താണ് എനിക്കറിയില്ല, ഉറപ്പില്ല. പിന്നെ മൂന്നാമത്താണെന്നല്ലേ? മൂന്നാമത്താണെന്ന് പറയുന്നത്. ഓക്കെ, ആയിക്കോട്ടെ, മൂന്നാമത്താണ്. അപ്പൊ എന്തായി? മൂന്നാമത്തതാകുന്നു പിന്നെ സൂര്യന്റെ ഗോളത്തിൽപ്പെട്ട മൂന്നാമത്തെ ഗോളമാണ്. സൂര്യനിലേക്കുള്ള അടുപ്പം നോക്കുമ്പോൾ സൂര്യന്റെ താഴെ എന്ന് പറയുന്ന ഒരു പിന്നെ ജിഹത്ത് അതിനുണ്ട് അല്ലേ? സൂര്യന്റെ താഴെ, അല്ലെങ്കിൽ സൂര്യന്റെ ഇന്ന ഭാഗത്ത്, അല്ലെ സൂര്യന്റെ കിഴക്ക് ഭാഗത്ത്, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ജിഹത്തും അതിനുണ്ട്, യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ അതിനൊരു വലിപ്പമുണ്ട്, മക്കാദീർ ഉണ്ട്. ഒരു മക്കാദീർ ഉണ്ട്. എന്താ മക്കാദീർ? ഒരു ഇത്ര, അതായത് ഭൂമി സൂര്യന്റെ ഇത്ര ഇരട്ടി ചെറുതാകുന്നു. ഭൂമി സൂര്യന്റെ ഇത്ര ഇരട്ടി ചെറുതാകുന്നു. അതുപോലെയുള്ളതായിരിക്കുന്ന പിന്നെ അല്ലെങ്കിൽ ചന്ദ്രൻ ഭൂമിയുടെ എത്ര ഇരട്ടി വലിപ്പമുള്ളതാകുന്നു. ഇങ്ങനെ ഒരു കണക്കുണ്ടല്ലോ, ഭൂമിക്കും അങ്ങനെ ഒരു കണക്കുണ്ട് എത്ര ആയിരുന്നാലും. അപ്പൊ അതിനൊരു പിന്നെ മിഖ്ദാറുണ്ട്. ഇങ്ങനെ അത് പിന്നെ കിഴക്കോ പിന്നെ വടക്കോ തെക്കോ പടിഞ്ഞാറോ താഴെ മേലെ എന്നുള്ള ഒരു കണക്കും അതിനുണ്ട്. അതുപോലെ തന്നെ അതിനൊരു സമയവുമുണ്ട്, എല്ലാത്തിനുണ്ട്. അപ്പൊ ഏതൊരു വസ്തു പ്രപഞ്ചത്തിലെ മുംകിനകത്ത് ഏതെടുത്താലും ഈ 12 എണ്ണത്തിൽപ്പെട്ടതായിരിക്കുന്ന 2 എണ്ണം കൊണ്ട്, അല്ല 12 എണ്ണത്തിൽപ്പെട്ട 6 എണ്ണം കൊണ്ട് അത് മുത്തസിഫാവൽ, അതിന് ഗുണം സിദ്ധിക്കുക എന്നുള്ളത് ഏതൊരു ബുദ്ധിയും സമ്മതിക്കുന്ന കാര്യമാകുന്നു. നമ്മൾ നോക്കുക. ഇനിയിപ്പം അല്ലെങ്കിൽ നമ്മൾ ഒരു കുഞ്ഞിനെടുക്കുക. ഒരു കുഞ്ഞെടുത്താൽ ഒരു കുഞ്ഞ് പ്രസവിച്ചു എന്ന് വെച്ചോളൂ. ആ കുഞ്ഞിനെ സംബന്ധിച്ച് പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിന് വുജൂദ് എന്നുള്ള ഒരു ഗുണമുണ്ടായി. അതുപോലെ തന്നെ പിന്നെ
തൂല് എത്ര വലിപ്പമുള്ള ഇത്ര സെന്റിമീറ്ററുള്ള ഒരു കുഞ്ഞാകുന്നുള്ളൊരു 1 സെന്റിമീറ്റർ ഇത്ര വലിപ്പം അതുണ്ടാവും. അതുപോലെ തന്നെ ആ കുഞ്ഞിന് ഒന്നിരിക്കലും വെളുപ്പായിരിക്കും, അല്ലെങ്കിൽ കറുത്തായിരിക്കും, കറുപ്പ് നിറമായിരിക്കും, അല്ലെങ്കിൽ ഇരുനിറ ഏതെങ്കിലും ആയിരിക്കും. അല്ലെങ്കിൽ അതുപോലെ തന്നെ ആ കുഞ്ഞ് ജനിക്കുന്നത് ഇന്നാലിന് ഈ സ്ഥലത്തല്ലാതെ ഇന്നാലിനൊരു സ്ഥലത്താകുന്നു എന്നുള്ളതായിരിക്കും. അതുപോലെ തന്നെ ആ ഒരു കുഞ്ഞ് ജനിക്കുന്നത് രാവ് അല്ലെങ്കിൽ പകലിലായിരിക്കും. ഇതൊക്കെ മുമ്കിനല്ലേ, യാതൊരു സംശയമില്ല. ഇതായിരിക്കും നമ്മൾ കൂടുതൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതായ ഒരു ഉദാഹരണങ്ങൾ. എന്താ, അപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിന് ഈ പറയപ്പെട്ട 12-ൽപ്പെട്ട ഏതെങ്കിലും ഒന്നുണ്ടാകുന്നത് സംശയമില്ല. ഞാൻ ചോദിക്കട്ടെ, നമുക്കിപ്പം ഞാൻ എൻ്റെ നിറം സംബന്ധിച്ച് പറയും, ഞാനൊരു ഇരുനിറം ഉള്ള ഒരു വ്യക്തിയാണ്, മനസ്സിലായില്ലേ? ഞാൻ വെളുത്ത ആളുമല്ല, ഞാൻ കറുത്ത ആളുമല്ല, ഇരുനിറമാണ് എൻ്റെ നിറം എന്ന് പറയാം. അപ്പം എനിക്കിപ്പം എനിക്ക് വെളുപ്പ് കളർ ഉണ്ടാവുന്ന വല്ല തടസ്സമുണ്ടോ? ഞാൻ വെളുത്തവനാവുന്ന വല്ല തടസ്സം ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഞാൻ കറുത്തവനാവുന്ന വല്ല തടസ്സം ഉണ്ടായിരുന്നോ? ഇല്ല, ഒരു തടസ്സമില്ല. ഒരു ബുദ്ധിപരമായി നോക്കുമ്പോൾ ഒരു തടസ്സമുള്ള കാര്യമല്ല. അതൊക്കെ എന്താണ്? അത് അങ്ങനെ ഇരിക്കെ നമുക്ക് ഒരു കറുത്തവനാവുന്നതിന് ഒരു തടസ്സമില്ല, അതുപോലെ തന്നെ ഞാൻ വെളുത്തവനാവുന്ന ഒരു തടസ്സമില്ല, ബുദ്ധിപരമായിട്ട് ഒരു തടസ്സമില്ല. പക്ഷെ അങ്ങനെ ഇരിക്കെ തന്നെ ഞാൻ ഇരുനിറത്തിലുള്ളവനായി തീർന്ന്. അപ്പം എന്താണ്? അതിൻ്റെ പിന്നിൽ വന്നിട്ട് ഒരു ഇച്ഛാശക്തി പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ വെയിറ്റ് ഇത്ര കിലോ ഉണ്ട്, എത്ര കിലോ? ഒരു 85 കിലോ കൂട്ടിക്കോളൂ. 85 ഒരു വെയിറ്റ് എന്നുള്ളത് നമ്മൾ കണക്കിലല്ല. ഞാൻ ഭൂമിയുടെ ഇന്ന ഭാഗത്താവുള്ളത് പറയാ, ഞാൻ ഭൂമിയുടെ ഇന്ന ഭാഗത്താവുള്ളത്. എന്തുകൊണ്ട് ഞാനിപ്പം ഭൂമിയുടെ അമേരിക്കയിൽ ഒന്നുകൊണ്ട് ഞാൻ ജനിച്ചില്ല. ഞാൻ ജനിച്ചത് ഇന്ത്യയിൽപ്പെട്ട ഒരു ചെറിയ ഒരു സംസ്ഥാനത്തിൽപ്പെട്ട ഉള്ളിൽപ്പെട്ട ഒരു സ്ഥലത്താണ് ഞാൻ ജനിച്ചത്. എന്തുകൊണ്ട് ഞാൻ അവിടെ തന്നെ ജനിച്ചു? എന്തുകൊണ്ട് വേറെ ജനിച്ചുകൂടായിരുന്നോ? അമേരിക്കയിൽ എന്തുകൊണ്ട് ഞാൻ ജനിച്ചില്ല? അല്ലെ, ഞാൻ ജനിച്ചത് മനുഷ്യനായി തന്നെ ആയിക്കോണമെന്നുണ്ടായിരുന്നോ? ഞാൻ എന്തുകൊണ്ട് ഒരു മൃഗമായി ജനിച്ചില്ല? അല്ലെങ്കിൽ എന്നെ അള്ളാഹു തആല ഒരു കല്ലായി സൃഷ്ടിച്ചിട്ടില്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അതായപ്പോൾ ഇതിന്റെ പിന്നിലൊക്കെ എന്തുണ്ട്? ഇതൊക്കെ പല സാധ്യതകളാണ്. ഇതൊക്കെ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞ് വെളുത്തവനാവാം, കറുത്തവനാകാം, അതുപോലെ തന്നെ ഇരുനിറത്തുള്ളവനാവാം. അതൊക്കെ സാധ്യതകളാണ്, മുംകിനാത്തുകളാണ്. അതിൽ പക്ഷേ ഒന്ന് മാത്രമേ, ഒന്നിരിക്കൽ അവൻ വെളുത്തവൻ അല്ലെങ്കിൽ കറുത്തവൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഇടയുള്ളവൻ. അതുപോലെ തന്നെ ഞാനിപ്പോൾ എന്തുകൊണ്ട് ഒരു 1000 വർഷം മുമ്പ് എനിക്ക് ജനിച്ചുകൂടായിരുന്നോ? ബുദ്ധിപരമായിട്ടൊരു തടസ്സമുണ്ടോ? ഒരു തടസ്സമില്ല. ബുദ്ധിപരമായിട്ട് ഞാൻ ഒരു 1000 വർഷങ്ങൾക്ക് മുമ്പ് ജനിക്കുന്ന തടസ്സമല്ല. പക്ഷെ ഞാൻ കൃത്യമായ നിലക്ക് ഇത്ര ഒരു ഉദാഹരണം പറയാം, 1968 1968 തന്നെ ഞാൻ ജനിച്ചു. ആ ഒരു സമയമാണ്. അപ്പോൾ ഒരു സമയമുണ്ട് എനിക്ക്. ആ സമയത്ത് തന്നെ ഞാൻ ജനിച്ചു. എന്തുകൊണ്ട് 1967 അല്ലെ 69 68 തന്നെ ആയി. അപ്പം അപ്പം ഇതൊക്കെ സാധ്യതയാണ്. ഇതൊക്കെ ആവാൻ പറ്റും, മനസ്സിലായില്ലേ? ഇതൊക്കെ ആവാൻ സാധ്യതയുള്ള മുംകിനാത്താണ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നാലിന്ന വ്യക്തി ഇന്നാലിന്ന കളറോട് കൂടെ ഇന്നാലിന്ന സ്ഥലത്ത് ഇന്ന വ്യക്തിയുടെ ഇന്ന മാതാവിൻ്റെയും ഇന്ന പിതാവിൻ്റെയും മകനായി ജനിക്കണമെന്ന് നിശ്ചയിച്ചതായിരിക്കുന്ന ഒരു ശക്തി ഇവിടെയുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്, അല്ലേ? ഞാനാണ് എന്നെ സൃഷ്ടിച്ചതെങ്കിൽ അതെങ്ങനെ സഹോദര ഇങ്ങനെ പറയുന്നതിന് റബ്ബ് ഇഷ്ടമില്ലാത്ത സംസാരം ആണോ ഉസ്താദേ? അല്ല, അള്ളാഹുവിന് ഇഷ്ടമില്ലാന്നെങ്ങനെ നമ്മൾ പറയാ? അള്ളാഹു തആലാന്റെ ആസ്തികത്തെ ബുദ്ധിപരമായി സ്ഥിരപ്പെടുത്താൻ വേണ്ടി മനുഷ്യന് ചിന്തിക്കൽ നിർബന്ധമാണ് ഇത്തരം കാര്യങ്ങൾ, അല്ലേ? ആരെങ്കിലും ആ പറഞ്ഞ എതിരുണ്ടോ? നമുക്ക് നമ്മുടെ ആസ്തികത്തിന്, നമ്മുടെ സൃഷ്ടിപ്പിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് എന്നുള്ള അള്ളാഹുവിന്റെ ആസ്തികത്തെ കണ്ടെത്താൻ നമ്മളെ സഹായിക്കുന്ന ഓരോ ഒരു ചിന്തകളാണിതെല്ലാം. അതെ, അതിന് അങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്നു എന്നല്ല പറഞ്ഞത്. സംഗതി പറഞ്ഞ് മനസ്സിലാക്കണം. ഞാനൊരു വെളുത്തവനായി ജനിക്കുന്നതിന് തടസ്സമുണ്ടോ? ബുദ്ധിപരമായിട്ട് തടസ്സമില്ല. അതുപോലെ ഞാനൊരു കറുത്തവനായി ജനിക്കുന്നതിന് തടസ്സമില്ല. പക്ഷെ എന്നിട്ടും ഒരു നിശ്ചിത നിറത്തിൽ ഞാൻ എന്തായി തീർന്ന് ജനിച്ചു. അതിന് പിന്നിൽ ഒരു ഇച്ഛാശക്തിയുണ്ട്. അതാണ് നമ്മളെ വിഷയം. അതിലേക്ക് നിങ്ങൾ വരണം. അതല്ലാതെ നമ്മളിപ്പോൾ ഉള്ള അവസ്ഥയിൽ കേൾക്കുകയെന്നല്ല. അള്ളാഹു നമുക്ക് തന്നല്ല വലിയ അനുഗ്രഹം തന്നെയാണ്. നമുക്ക് ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ നാം എങ്ങനെ എത്തി? നമുക്ക് നമ്മളെ സംബന്ധിച്ചോളം ഒരു പൊതുവിൽ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് പല കളറിലും ആവാം, തടസ്സമില്ല, ബുദ്ധിപരമായ തടസ്സമില്ല. നാം അതുപോലെ തന്നെ ഏത് ഭൂമിയുടെ ഏത് ഭാഗത്തും നമുക്ക് ജനിക്കാം, അതിൽ തടസ്സമില്ല. പക്ഷേ ഏത് ഭാഗത്തും ജനിക്കേണ്ടി നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ നിശ്ചയിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയിൽ തന്നെ ജനിപ്പിച്ചു. അതിന് പിന്നെ അല്ലാഹു തആലാക്ക് ഒരു ഇറാദത്തുണ്ട്, ഒരു ഉദ്ദേശമുണ്ട്.
ആമിന ബീവിയുടെയും അബ്ദുല്ലാ എന്നവരുടെയും റളിയല്ലാഹു അൻഹുമ മകനായി തന്നെ അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു തആല ജനിപ്പിച്ചു. അള്ളാഹുവിന്റെ റസൂലിന് ഇന്നാലിന്റെ ബുദ്ധിശക്തിയും അതുപോലെ തന്നെ സ്വഭാവങ്ങളും കാര്യങ്ങളൊക്കെ അള്ളാഹു നൽകി. അതില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ എന്തായി, ഇതെല്ലാം ഉണ്ടാവുകയും ചെയ്യാം, ഉണ്ടാവാതിരിക്കുകയും ചെയ്യാം. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്ന് ഉള്ള അവസ്ഥയിലേക്ക് അള്ളാഹു തആല ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു സമാന്, ഒരു മക്കാന്, ഒരു സിഫാത്ത്, ഒരു വുജൂദ്, ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഈ 12 പെട്ട 6 അവസ്ഥാവിശേഷങ്ങളോടുകൂടെ നാം ഇവിടേക്ക് വന്നതിന് പിന്നിൽ തീർച്ചയായിട്ടും ഒരു ശക്തി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ഒരു പരമാർത്ഥത്തിലേക്ക് നമ്മൾ എത്തും എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അല്ലാതെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മൾ പിന്നെ അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്നല്ല പറയുന്നത്. അത് നമ്മൾ ആ വിഷയത്തിലേക്ക് നമുക്കിതൊക്കെ ആവാമായിരുന്നു, സാധ്യതയുണ്ട്. എന്നിട്ടും അള്ളാഹു തആല പിന്നെ അതൊന്നും ആവാതെ, ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ ഒരു മൃഗമായി ജനിക്കുകയാണ്. ഇപ്പം എന്താ സ്ഥിതി? എന്തുകൊണ്ട് എന്നെ ഒരു അള്ളാഹു തആല മൃഗമായി, അള്ളാഹു തആലക്ക് സാധിക്കും. പക്ഷേ അള്ളാഹു തആല എന്നെ മൃഗമാക്കാതെ ശരിക്കും മനുഷ്യനായിട്ട് തന്നെ സൃഷ്ടിച്ചു. അത് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി. അപ്പം എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക്, അതായത് നമ്മുടെ സൃഷ്ടിപ്പിന്റെ, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിന്റെ പിന്നിലൊക്കെ ഒരു ശക്തിയുണ്ട് എന്നുള്ളതിലേക്ക് നാം എത്താൻ വേണ്ടിയാണ് ഇതൊക്കെ നാം മനസ്സിലാക്കേണ്ടത്. അപ്പം പിന്നെ ഇതാണ് ബുദ്ധിപരമായിട്ട് അള്ളാഹു തആലാന്റെ ആസ്തികത്തെ നാം എന്ത് ചെയ്യുന്നത്, സ്ഥിരപ്പെടുത്തുന്നത്. അതാണ് ബുത്ലാനു റുജ്ഹാനി ബിദൂനി മുറജ്ജഹിൻ. ഒരു മുൻതൂക്കം നൽകുന്ന വസ്തു ഇല്ലാതെ കണ്ടിട്ട് ഒരു വസ്തു ഉണ്ടാവൂല, ഒരു കാരണമില്ലാതെ കണ്ട് ഒരു കാര്യം ഉണ്ടാവൂല. അപ്പൊ ഞാൻ ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇല്ലാത്ത ഒരുപാട് അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്. ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഇല്ലായിരുന്നു, പിന്നീട് ഉണ്ടായി. അപ്പൊ ഇല്ലാത്തൊരു വസ്തു ഇല്ലായ്മയിൽ നിന്ന് ഉള്ളതിലേക്ക് എത്തിക്കണമെങ്കിൽ അതിന് പിന്നിൽ ഒരു പ്രവർത്തനം നടക്കേണ്ടതുണ്ട്. അത് മൃഗങ്ങൾക്ക് പോലും അറിയും, അല്ലേ? മൃഗത്തിന് പോലും അറിയാം. ഒരു ശബ്ദം കേട്ടാൽ ഒരു മൃഗം പോലും എന്ത് ചെയ്യും, തിരിഞ്ഞു നോക്കും. എന്താ? അപ്പോൾ ശബ്ദം ഉണ്ടാക്കിയ ഒരാൾ അവിടെ ഉണ്ട് എന്നുള്ളത് എന്തായി, ആ മൃഗത്തിന് മനസ്സിലായി. ഒരു ശബ്ദം, ഒരു ആടിനെ വിളിച്ചു നോക്കി, ആടിനെന്ന് വിളിച്ചു നോക്കിയാൽ ആട് അവിടെ ഓടിയെത്തും. അല്ലെങ്കിൽ കോഴിയെന്ന് വിളിച്ചു നോക്കൂ, അതിൻ്റെതായ ഭാഷയിൽ ആ കോഴി അവിടെ ഓടിയെത്തും. അപ്പം മൃഗങ്ങൾക്ക് പോലും അറിയാം ഒരു കാരണം ഉണ്ടാകുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു കാര്യമുണ്ട്. ഒരു കാരണമില്ലാതെ കണ്ട ഒരു കാര്യം ഉണ്ടാവില്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് കാര്യം എടുക്കുകയാണെങ്കിലും അതിന് പിന്നിലൊരു കാരണമുണ്ട്. ആ കാരണം ഏതാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. എങ്ങനെ നമ്മൾ ചിന്തിക്കണം, ഈ രൂപത്തിൽ നമ്മൾ ചിന്തിക്കുകയും ചെയ്യാം. അതല്ലാതെ അവനവന്റെ സൗകര്യത്തിനനുസരിച്ചുള്ള തെളിവുകളൊക്കെ നമ്മൾ മനസ്സിലാക്കട്ടോ, അതിന് കുഴപ്പമില്ല. നമ്മൾ ഇവിടെ പിന്നെ നമ്മുടെ ഉലമാക്കൾ പറഞ്ഞ അനവധി ഉദാഹരണത്തിൽപ്പെട്ട ചില കാര്യങ്ങൾ അതിൻ്റെ ചുരുക്ക രൂപത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് നമ്മുടെ ആ രീതിയിൽ അള്ളാഹുവിൻ്റെ ആസ്തികത്തെ സംബന്ധിച്ച് നാം തെളിവ് കണ്ടെത്തുകയും നാം മനസ്സിലാക്കുകയും നാം അത് ഗ്രഹിക്കുകയും അള്ളാഹുവിൻ്റെ ആസ്തികത്തെ നാം പരിപൂർണ്ണമായി അംഗീകരിക്കുകയും ചെയ്യണം. അപ്പോഴേ നമ്മുടെ ഈമാൻ എന്താവുള്ളൂ, പരിപൂർണമാവുകയുള്ളൂ. മനസ്സിലായില്ലേ? ഇതാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ വുജൂദ്. അപ്പോൾ ഒരു കാര്യം, 4 കാര്യത്തിൽപ്പെട്ട ഒന്നാണ് പറഞ്ഞത്. ഏതാണ്? ഏത് നിരീശ്വരവാദിയും ഏത് യുക്തിവാദിയും ബുദ്ധിയുള്ളവൻ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്, ഒരു മുൻതൂക്കം ഇല്ലാത്ത വസ്തു, അതായത് മുൻതൂക്കം കൊടുക്കുന്ന വസ്തു ഇല്ലാതെ കണ്ട് ഒരു സംഗതി മുൻതൂക്കം ഉണ്ടാവില്ല. അറബി പറഞ്ഞാൽ ബുത്ലാൻ റുജ്ഹാനി ബിദൂനി മുറജ്ജി എന്നുള്ളത്. അപ്പൊ ആ രീതിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, അള്ളാഹുവിന്റെ ആസ്തികത്തെ സ്ഥിരപ്പെടുത്താൻ സാധിക്കുക. എങ്ങനെ? ഈ ഭൂമി എന്ന് പറയുന്ന പ്രപഞ്ചം അത് ഉണ്ടാവുകയും ചെയ്യാമായിരുന്നു, ഇല്ലാതിരിക്കുകയും ചെയ്യാമായിരുന്നു. അതിൽ നിന്ന് അത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെന്ത് വേണം? തീർച്ചയായിട്ടും അതിന് മുൻതൂക്കം നൽകുന്നതായ ഒരു ശക്തി ഇവിടെ ഉണ്ടാവണം. ഒരു തുലാസിന് 2 തട്ട് പെട്ടെന്ന് അതൊരു ഭാഗത്തേക്ക് താഴ്ന്നു പോകുക എന്നുള്ളത് ഉണ്ടാവില്ല. അതെന്തെങ്കിലും ഒരു കനം വെക്കണം. ഇതുപോലെ ഇല്ലാതിരിക്കാൻ ഭൂമിയെ 2 തുലാസിനെ സമവാക്കിയുള്ളൂ. ഭൂമി ഉണ്ടാവുകയും ചെയ്യാം, ഉണ്ടാവാതിരിക്കുകയും ചെയ്യാം. അത്തരമൊരു അവസ്ഥയിൽ നിന്ന് അത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ തുലാസ് തായാൻ അതിൽ കനം വെക്കൽ കാരണമായതുപോലെ ഇല്ലാത്തൊരവസ്ഥയിൽ നിന്ന് ഭൂമി ഉണ്ടാവാൻ തീർച്ചയായിട്ടും ഒരു ഖാലിക്ക്, ഒരു സൃഷ്ടാവ് അതിന്റെ പിന്നിൽ ഉണ്ടാവണം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നാം എത്തും. ഏത് കാര്യം എടുത്തോളൂ, എന്ത് കാര്യമാണെങ്കിലും. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു തആല അൻഹു ഒരു യുക്തിവാദികളുമായി നിരീശ്വരവാദികളുമായി സംസാരിക്കാൻ വന്നല്ലോ. അപ്പോൾ ഒരു ടൈം പറഞ്ഞവർ ചർച്ച ചെയ്യാൻ വേണ്ടി. കാരണം അന്നത്തെ ഏറ്റവും വലിയ പണ്ഡിതനാണ് അബൂ ഹനീഫത്തുൽ കൂഫി റഹിമഹുല്ല. അപ്പോൾ നിരീശ്വരവാദികൾ അദ്ദേഹവുമായിട്ട് ചർച്ചയ്ക്ക്, സംവാദത്തിന് വരിക. അപ്പോൾ നിശ്ചയിച്ച ടൈമിന് അല്പം വൈകിയിട്ടാണ് ആര് വന്നത്? പിന്നെ അബൂ ഹനീഫ ഇമാം വന്നത്.
അപ്പോൾ അവരെല്ലാവരും പറഞ്ഞു മൂപ്പര് വരലുണ്ടാവില്ല, മൂപ്പര് നമ്മുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരം കിട്ടൂല എന്ന് പേടിച്ചിട്ട് അദ്ദേഹം തൽക്കാലം ഒഴിഞ്ഞു മാറാനുള്ള ശ്രമമാണ്, അത് ഇനി വരലുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇവർ നിരാശപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ ക്യാമ്പ് മുഴുവനും നിരാശയിലായിരിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ടവർ അങ്ങ് കടന്നു വരുന്നത്. അപ്പോൾ എന്താ നിങ്ങൾ നേരം വൈകിയെന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞ മറുപടി അറിയോ? പിന്നെ എന്ത് ഒരു സമുദ്രം, ആ സമുദ്രത്തിൽ നിന്ന് പിന്നെ ഒരു കപ്പൽ താനെ ഒരു കപ്പൽ കരക്കടുത്ത് വരികയും അതുപോലെ തന്നെ ആ പിന്നെ കപ്പൽ അല്പം കഴിഞ്ഞതിന് ശേഷം തിരിച്ചു പോവുകയും വീണ്ടും പിന്നെ അതുപോലെ ആ കപ്പൽ വന്ന് ചരക്കുകൾ ഇറക്കുകയും ആളെ കയറ്റുകയും ഒക്കെ ചെയ്യുന്നു, പോകുന്നു. അതിൽ ഒരു മനുഷ്യനാരുമില്ല, മനുഷ്യരായിട്ട് ആരും തന്നെ അതിലില്ല. ആ കപ്പൽ സ്വന്തം ആ നിലക്ക് വരികയും പോവുകയും ചെയ്യുന്നു തുടങ്ങിയ ഒരു ചരിത്രമാണ് പറഞ്ഞു കൊടുത്തത്. ആ ചരിത്രത്തെ പിന്നെ വ്യക്തമായിട്ട് ആദ്യം മുതൽ അവസാനം വരെ നീണ്ട ചരിത്രമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാനത് പിന്നീട് നോക്കി പറഞ്ഞു തരണ്ട്. ഏതായിരുന്നാലും അപ്പോൾ അവരെന്ത് ചെയ്ത്, അവർ വിശ്വസിച്ചില്ല. ഒരു സ്വയമായിട്ട് ഒരു കപ്പൽ വരിക, അത് പോവുക എന്നുള്ളത് ഒരിക്കലും ഉണ്ടാവൂലല്ലോ എന്നവർ പറഞ്ഞു. എന്നാലിപ്പോൾ സംഗതി മനസ്സിലായല്ലോ, ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് അതിന് പിന്നെ സ്വയമായിട്ട് അത് ഉണ്ടായി എന്നുള്ള നിങ്ങളെ വാദം എത്രമാത്രം നിരർത്ഥകമാണോ, അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞത് നിരർത്ഥകമാണെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടല്ലോ. എന്നാൽ നിങ്ങളുടെ ഈ പ്രപഞ്ചത്തിന് യാതൊരു സൃഷ്ടാവും ഇല്ല എന്നുള്ള വാദം ഇതുപോലെ തന്നെ നിരർത്ഥകമാകുന്നു എന്ന് ബഹുമാനപ്പെട്ടവരുടെ പ്രവർത്തനത്തിലൂടെ തന്നെ അവർക്ക് തെളിയിച്ചു കൊടുത്ത ഒരു വലിയ സംഭവമുണ്ട്. നമ്മുടെ അയിമത്തുകളൊക്കെ സ്ത്രീ ഈ രൂപത്തിലായിരുന്നു. അവരൊക്കെ വാക്കിലും പ്രവർത്തനത്തിലൊക്കെ എല്ലാവർക്കും പഠിക്കാനും മനസ്സിലാക്കാനും ഉതകുന്നതായ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പിന്നെ ഓരോരുത്തരുടെയും അവനവൻ്റെ ശൈലിയിലൂടെ എന്ത് ചെയ്യേണ്ടതുണ്ട്, അള്ളാഹുവിൻ്റെ ആസ്തിക്യത്തെ സംബന്ധിച്ച് മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ വജൂദിൽ അടിയുറച്ച് വിശ്വസിക്കുക. ഇതാണ് ഇൻഷാ അല്ലാഹ്. ബാക്കി നമുക്ക് നാളെ പറയാം. ബാക്കി നമുക്ക് സമയമുണ്ടെങ്കിൽ നാളെ പിന്നെ ഇന്നിപ്പോൾ 3 രൂപത്തിലൂടെ അള്ളാഹുവിൻ്റെ ആസ്തിക്യത്തെ സംബന്ധിച്ച് നമുക്ക് തെളിവ് പറയാൻ പറ്റും. അള്ളാഹുവിൻ്റെ വുജൂദ് എന്നുള്ള സിഫത്താണല്ലോ ആദ്യം പറഞ്ഞത്, നഫ്സിയ സിഫത്ത്. ആ വുജൂദ് അള്ളാഹു മൗജൂദാണോ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള തെളിവുകൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് നാളെ ആ ബാക്കി ഭാഗം കൂടി പറയാം എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. പിന്നെ ഇതുപോലെ തന്നെ മറ്റ് ഒരു 3 തെളിവാണ്. പിന്നെ തസൽസുൽ ദൗറ് തസൽസുൽ ഏതാണെന്ന് ചോദിച്ചാൽ ദൗറ് തസൽസുൽ പാടില്ല, ബുത്തലാനു തസൽസുൽ എന്നുള്ള മറ്റൊന്ന് ബുത്തലാനു ദൗറ് എന്നുള്ളതാണ്. അതുപോലെ ഖാനൂനുൽ ഇല്ലിയ. ഈ 4 തെളിവുകളിലൂടെ എല്ലാവരും അംഗീകരിക്കുന്ന തെളിവുകൾ തന്നെയാണ്. ഈ 4 തെളിവുകളിലൂടെ നമുക്ക് അള്ളാഹുവിൻ്റെ ആസ്തിക്യത്തെ സ്ഥാപിച്ചെടുക്കാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് 1-2 ചെറിയ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ നാളെ മറ്റുള്ള ആ 3 വിഷയത്തിലേക്ക് കടക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പറഞ്ഞ് തൽക്കാലം അവസാനിപ്പിക്കുകയാണ്.